കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നിയോ ക്ലാസിസത്തെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിയാണ് മലയാളത്തിലെ കാൽപ്പനികതയെപ്പറ്റി പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പകുതി ആണ് മലയാളത്തിൽ കാൽപ്പനികതയുടെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട കവികൾ അക്കാലത്ത് വരുന്നുണ്ട്. കവിത്രയം ആശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. പിന്നെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ജി ശങ്കരക്കുറുപ്പ്, ബാലാമണിയമ്മ, വൈലോപ്പിള്ളി, കുഞ്ഞിരാമൻ നായർ തുടങ്ങി കുറേ ആളുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ മലയാള കവിതയുടെ ഏറ്റവും തേജോമയമായ കാലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 50 വർഷക്കാലമാണ്. അതിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കാൽപ്പനികതയുടെ ചില പ്രത്യേകതകളൊക്കെ സന്ദർഭം അനുസരിച്ച് വിശദീകരിക്കുകയും നമുക്ക് ചെയ്യാം. ആശാൻ്റെ കൃതികളെപ്പറ്റിയാണ് നമ്മൾ തുടക്കത്തിൽ ഇത് പറയുന്നത്. മലയാളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുള്ള കാവ്യങ്ങൾ ആശാൻ്റെ കൃതികളാണ്. ആശാനെപ്പറ്റി നമുക്ക് 1000-ത്തിലധികം പ്രൗഢ ലേഖനങ്ങളുണ്ട്. 10-80 വലിയ പുസ്തകങ്ങൾ തന്നെയുണ്ട് ആശാനെപ്പറ്റി. ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വേറെ ഒരു കവി മലയാളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾ അതിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കണം. സാനുമാഷയുടെ പുസ്തകമുണ്ട്, ആശാൻ്റെ ജീവചരിത്രവും കവിതയും രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട്. തായാട്ട് ശങ്കറിൻ്റെ ഒരു പുസ്തകമുണ്ട് കുമാരനാശാനെ പറ്റി. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ആശാനെ പറ്റി ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആശാൻ്റെ ഓരോ കൃതിയെപ്പറ്റിയുമുള്ള വിശദമായ പഠനമാണ്. അത് വലിയൊരു പുസ്തകമാണ്, 100-800 പേജ് വരുന്നൊരു പുസ്തകം ആണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൃതികൾ. മുണ്ടശ്ശേരി മാഷ് ആശാനെ പറ്റി ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ആശാൻ്റെ കൃതികൾ വായിക്കുക എന്നുള്ളത് ആണ് പ്രധാനം. ആശാനെ പറ്റിയുള്ള കൃതികൾ വായിക്കുന്നത് ആശാൻ്റെ കൃതികൾ വായിക്കുന്നതിന് പകരാവില്ല. ആശാൻ്റെ കൃതികൾ വായിച്ചിട്ട് മറ്റുള്ള ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ കാൽപ്പനിക കവിതകളെ പഠിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുഖവില നിർത്തി ആശാനെ പറ്റി ഉള്ള കാര്യങ്ങൾ തുടങ്ങാം. കുമാരനാശാനെ പരിചയപ്പെടുത്തുകയാണ്. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നാണ് കുമാരനാശാനെ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. കുറേ കാലം കഴിഞ്ഞ് ബൂർഷ്വാ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുറച്ചുകൂടി കൃത്യമായി തായാട്ട് ശങ്കരൻ അദ്ദേഹത്തെ വിലയിരുത്തുകയുണ്ടായി. ഒരു കവിയെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ സാമൂഹിക പരിതസ്ഥിതികളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതേസമയം ആ സാമൂഹിക പരിതസ്ഥിതി പാടെ മാറിയിട്ടും ആ കവി വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, ആ കവിത പലമട്ട് വിമർശന വിധേയമാവുന്നുണ്ട് എങ്കിൽ അതിന് കാരണം അസാധാരണമായ പ്രതിഭയാണ്. കവി കാലത്തിൻ്റെ കണ്ണാടിയാവാം, അതേസമയം അതിനപ്പുറം ചിലതുകൂടിയാണ്. 1873 തെക്കൻ തിരുവിതാംകൂറിൽ കായിക്കര എന്ന ഗ്രാമത്തിലാണ് ആശാൻ്റെ ജനനം. അച്ഛൻ നാരായണൻ, അമ്മ കൊച്ചുകണ്ണ്. വീട്ടുപേര് തൊമ്മൻ വിളാകത്ത്. ഗുരുകുല സമ്പ്രദായത്തിൽ ആദ്യകാല വിദ്യാഭ്യാസം. ഒരിടത്തരം കുടുംബം ആയിരുന്നു ആശാൻ്റേത്. ഈഴവർക്കിടയിൽ തന്നെ പദവി കുറഞ്ഞ വിഭാഗത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. കൗമാരപ്രായത്തിൽ നാരായണഗുരുവിൻ്റെ ശിഷ്യനായി. ഡോക്ടർ പൽപ്പുവിൻ്റെ സഹായത്തോടെ മൈസൂറിലും കൽക്കട്ടയിലും പഠനം നടത്തി. SNDPയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. 14 വർഷം ആ പദവി വഹിച്ചു. വിവേകോദയം പത്രാധിപരായിരുന്നു. വെയിൽസ് രാജകുമാരൻ പട്ടും വളയും നൽകി ബഹുമാനിച്ചു. 1924 ജനുവരി 16 റെഡീമർ ബോട്ടപകടത്തിൽ പല്ലനയിൽ വെച്ച് മരിച്ചു. പ്രധാന കൃതികൾ വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷിക്ക്, കരുണ. 100ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം നിരൂപണം ചെയ്തിട്ടുണ്ട്. മതം മാറ്റത്തെപ്പറ്റി
മതപരിവർത്തന രസവാദം എന്നൊരു നീണ്ട ലേഖനവും എഴുതി. ബാലരാമായണം കുട്ടികൾക്ക് വേണ്ടി ഉള്ള രാമകഥയുടെ പുനരാഖ്യാനം ആണ്. ചെറിയ കുറേ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവയുടെ സമാഹാരമാണ് പുഷ്പവാടി, വനമാല. 2 സംസ്കൃത നാടക പരിഭാഷകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി അദ്ദേഹം പരിഭാഷപ്പെടുത്തി. ആശാൻ്റെ പത്നിയുടെ പേര് ഭാനുമതിയമ്മ എന്നായിരുന്നു. ആശാൻ തിരുവിതാംകൂറിലെ നിയമസഭാംഗം ആയിരുന്നു. ഇനി ആശാൻ്റെ കാവ്യജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആശാൻ്റെ കാവ്യജീവിതത്തെ 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. വീണപൂവ് എഴുതുന്നതിന് മുൻപ് സ്തോത്രകൃതികളും ചില ലഘുകവിതകളും എഴുതിയിരുന്നതാണ് ആദ്യഘട്ടം. വീണപൂവ് മുതൽ ചിന്താവിഷ്ടയായ സീത വരെയുള്ള കൃതികൾ എഴുതിയതാണ് 2ാം ഘട്ടം. ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണ എന്നിവ എഴുതിയത് 3ാം ഘട്ടം. സൗന്ദര്യലഹരി മുഴുവനും, ലൈറ്റ് ഓഫ് ഏഷ്യ കുറേ ഭാഗവും ആശാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അവയെ മുൻനിർത്തി അദ്ദേഹത്തെ ആരും വിലയിരുത്താറില്ല. ബാലരാമായണവും നാടകങ്ങളും ആശാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ആശാൻ കവിതയെക്കുറിച്ചുള്ള ചർച്ചയിൽ അവ മിക്കവാറും കടന്നു വരാറില്ല. ആശാൻ്റെ ഖണ്ഡകാവ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. വീണപൂവാണ് ആദ്യ രചന. CS സുബ്രഹ്മണ്യം പോറ്റി എന്നൊരു കവി നമുക്കുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ആശാൻ്റെ സുഹൃത്തായിരുന്നു. പോറ്റി സ്വന്തം മകൾ മരിച്ചതിനെ തുടർന്ന് ഒരു വിലാപകാവ്യം അക്കാലത്ത് എഴുതുകയുണ്ടായി. ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ പോറ്റി ഈ രചനയെപ്പറ്റി പറയുകയും ഏതാനും ഭാഗങ്ങൾ ആശാനെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സമാനമായൊരു കൃതി താനും എഴുതിയിട്ടുണ്ട് എന്നും മലബാറിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മിതവാദിയിൽ അത് അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്നും ആശാൻ പറയുകയുണ്ടായി. ആ കൃതി കണ്ട് അത്ഭുതവും സന്തോഷവും തോന്നിയ പോറ്റി ഒരു കുറിപ്പോടെ അത് ഭാഷാഭൂഷണിക്ക് അയച്ചു കൊടുത്തു. ഭാഷാഭൂഷണി അത് വീണ്ടും പ്രസിദ്ധീകരിച്ചു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അത് കണ്ടു. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി അത് തിരുവിതാംകൂറിലെ പാഠപുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. പിന്നെ ഒരു ക്ലാസ്സിലല്ലെങ്കിൽ മറ്റൊന്നിൽ വീണപൂവ് കുറേ ഭാഗങ്ങളെങ്കിലും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമായി. അത് മുഴുവനുമായോ ഭാഗികമായോ പഠിക്കാത്ത മലയാളി ഉണ്ടാവില്ല. നാരായണഗുരുവുമായുള്ള ദേശസഞ്ചാരത്തിനിടയിൽ ഗുരു ഒരിക്കൽ അതികഠിനമായ രോഗം പിടിപെട്ട് പാലക്കാട്ട് ഏതാനും ദിവസം ചെലവിട്ടു. ഗുരു മരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. അത്ഭുതകരമായ വിധം അദ്ദേഹം രക്ഷപ്പെട്ടു. അക്കാലത്ത് ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു ആശാൻ. ഒരു ദിവസം ഒരു പൂവ് വിടർന്നു നിൽക്കുന്നതും പിറ്റേന്ന് അത് വാടി വീഴുന്നതും അദ്ദേഹം കാണുകയുണ്ടായി അത്രേ. ജനനം, മരണം എന്നിവയുടെ അനിവാര്യത, ഗുരുവിൻ്റെ മൂർച്ഛിച്ച രോഗാവസ്ഥ, മരണത്തിൽ നിന്നുള്ള അസാധാരണമായ രക്ഷപ്പെടൽ, ഇവയെല്ലാം ചേർന്ന് ആ കവി മനസ്സിൽ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെപ്പറ്റി ഭാരതീയ വേദാന്ത ചിന്തകൾക്ക് അനുസൃതമായ വിചാരങ്ങൾ ഉറവുകൂട്ടി. അതിൻ്റെ പരിണിത ഫലമാണ് വീണപൂവ്. അങ്ങനെയൊരു കഥയുണ്ട്. മറ്റൊരു കഥയുള്ളത് അകാലത്തിൽ പൊലിഞ്ഞ പൂവിൽ ഒരു മനുഷ്യജീവിതത്തെ കവി അധ്യാവസായം ചെയ്യുന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. കുമാരനാശാന് യൗവനാരംഭത്തിൽ കാമുകിയായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അവൾ അപ്രതീക്ഷിതമായി മരിച്ചപ്പോൾ ജീവിതത്തിൻ്റെ അസ്ഥിരതയെയും അനാഥത്വത്തെയും പറ്റി ആശാൻ ചിന്തിച്ചു എന്നും കുറച്ചു കാലത്തെ ആ ചിന്തയുടെ ഫലമായാണ് വീണപൂവ് എഴുതിയത് എന്നുമാണ് ആ കഥ. ഈ 2 കഥകളും ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ സത്യമല്ല എന്നും വരാം. വീണപൂവ് എഴുതുന്ന കാലത്ത് ആശാൻ നാരായണഗുരുവിനെ പിന്തുടർന്ന് സന്യാസം സ്വീകരിക്കുമെന്നാണ് മിക്കവാറും എല്ലാവരും വിചാരിച്ചിരുന്നത്. സച്ചിദാനന്ദ സ്വാമികൾ എന്ന പേരിലാണ് ആശാൻ്റെ സ്തോത്രകൃതികൾ അതിനു മുൻപ് പ്രസിദ്ധീകൃതമായത്. ആശാനെ ചിന്നസ്വാമികൾ എന്നാണ് പലരും വിളിച്ചിരുന്നത്. ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ചിന്ത ആശാനെ അഗാധമായി സ്വാധീനിച്ചിരുന്നു. എവിടെ നിന്നോ തുടങ്ങുന്നു, എവിടെയോ അവസാനിക്കുന്നു, ഇതാണ് ജീവിതം. ഈ ചിന്ത ഭാരതീയ വേദാന്തത്തിന് വളരെ പരിചിതം ആണ്. പാന്തർ പെരുവഴി അമ്പലത്തിൽ ഒന്നിച്ചുകൂടി പിരിഞ്ഞു പോകുന്നു. ആ പെരുവഴി അമ്പലമാണ് വീട്, നാട് എന്നൊക്കെ പറയുന്ന ഇടം. തുടക്കവും
ഒടുക്കവും അറിയില്ല. വ്യക്തമധ്യാനി ഭാരത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യം തന്നെ. ഭഗവാൻ ഗീതയിൽ അർജുനനോട് ജീവിതത്തിൻ്റെ അസ്ഥിരതയെപ്പറ്റി പറയുന്നുണ്ട്. അന്നു മുതലെങ്കിലും ഭാരതീയ ദർശനത്തിൻ്റെ ഭാഗമാണ് ആ ചിന്ത. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാനി സംയാനി നവാനി ദേഹി. ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. എഴുത്തച്ഛനത് രാമായണത്തിലും ഭാരതത്തിലും ഒക്കെ പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുണ്ട്. ജീർണ വസ്ത്രം കളഞ്ഞ് മനുഷ്യർ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ പഴകിയ ഉടൽ വെടിഞ്ഞ് ആത്മാവ് പുതിയ ഉടൽ സ്വീകരിക്കുന്നു. അതാണ് മരണവും ജനനവും. എഴുത്തച്ഛൻ സന്ദർഭോചിതമായി അധ്യാത്മരാമായണത്തിലും മഹാഭാരതത്തിലും ഈ ആശയം ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്നിങ്ങനെ പൂന്താനം പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഒരു പൂവിൻ്റെ പിറവി, അതിൻ്റെ വികാസം, നാശം എന്നിവയിൽ ഈ ചിന്ത അധ്യവസായം ചെയ്തിരിക്കുകയാണ് ആശാൻ. ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഹാ കഷ്ടം എന്നല്ലാതെ വിവേകികൾക്ക് ഒന്നും പറയാനില്ല. വീണപൂവ് തുടങ്ങുന്നത് ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എന്നാണ്. അവസാനിക്കുന്നത് അവനി വാഴ്വ് കിനാവു കഷ്ടം എന്നും. കവിതയുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ചേർത്താൽ ഹാ കഷ്ടം എന്ന് തന്നെ. ഒരു തത്വജ്ഞാനിക്ക് ജീവിതത്തെപ്പറ്റി അതെത്ര സംഭവബഹുലമായാലും സംഭവ വിരളമായാലും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഹാ കഷ്ടം. ആശാൻ വീണപൂവ് എഴുതിയപ്പോൾ വിരിഞ്ഞത് മലയാളത്തിലെ കാൽപ്പനികതയിലെ വാടാത്ത പൂവാണ്. പൂവിൻ്റെ വളർച്ചയിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ആരോപിച്ചതിലെ ചാരുത അത്ഭുതകരമാണ്. അമ്മ കുഞ്ഞിനെ കൈകളിലേന്തി താലോലിക്കുന്നത് പോലെയാണ് തളിരിലകൾ പുതിയ പൂമുട്ടിനെ താലോലിക്കുന്നത്. ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാവമർന്നു മലരെ ദലമർമരങ്ങൾ. ഇളം ചുവപ്പ് ആണ് പല്ലവത്തിന്, തളിരിന്. അതിൻ്റെ തുടുപ്പും മാർദ്ദവും അമ്മയുടെ കൈത്തലത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇളം കാറ്റാണ് തൊട്ടിലാട്ടുന്നത്. ഇലകൾ കാറ്റിൽ ഉലയുമ്പോഴുണ്ടാകുന്ന നേർത്ത സ്വരമാണ് താരാട്ടുപാട്ട്. ഇവിടെ പ്രകൃതി അമ്മയാവുന്നു, പൂവ് ആ അമ്മയുടെ കുട്ടിയും. ഓരോ ജന്മവും പ്രകൃതി മാതാവിന് ഉണ്ണിപ്പിറവിയാണ്. അത് പൂവായാലും പുഴുവായാലും ചക്രവർത്തിയായാലും. കവിത ആരംഭിക്കുന്നത് വസ്തുനിർദ്ദേശത്തോടെയാണ്. എത്ര ശ്രദ്ധയോടെയാണ് ആശാൻ രചനകൾ നടത്തിയിരുന്നത് എന്ന് വീണപൂവിലെ ആദ്യത്തെ ശ്ലോകം അപഗ്രഥിച്ചുകൊണ്ട് പ്രൊഫസർ KM ഡാനിയൽ വീണപൂവ് കൺമുൻപിൽ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു, വലിയ പണ്ഡിതനായിരുന്ന KM ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് വീണപൂവ് കൺമുന്നിൽ. വീണപൂവിനെ പറ്റിയുള്ള ഒരു പഠനമാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞികണക്കയേ നീ. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിൻ്റെ ആ ഭൂതിയെങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൽ എന്നാണ് തുടങ്ങുന്നത്. ശ്രീ ഡാനിയൽ പറയുന്നു, ഹാ എന്ന വ്യാക്ഷേപകം കവിയുടെ വികാര തീവ്രതയെ ദ്യോതിപ്പിക്കുന്നു. ശോഭിച്ചിരുന്നു എന്നതിലെ ഇരുന്നു എന്ന അനുപ്രയോഗം കൊണ്ട് പൂവ് ഇപ്പോൾ ശോഭിക്കുന്നില്ല എന്ന് ധ്വനിപ്പിക്കുന്നുണ്ട്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്ന നിശ്ചയജ്ഞാനത്തിൻ്റെ പ്രതിപാദനം കൊണ്ട് നിത്യാനിത്യങ്ങളെ വേർതിരിച്ചറിയുന്നതിൽ ഉളവാകുന്ന നിർവേദമാണ് മുഖ്യപ്രമേയം എന്ന് വ്യക്തമാകുന്നു. കാവ്യത്തിൻ്റെ അങ്കിരസമായ ശാന്തത്തിൻ്റെ സ്ഥായീഭാവമാണ് നിർവേദം. ആദ്യ പദ്യത്തിൽ തന്നെ അത് അഭിവ്യക്തമാകുന്നുണ്ട്. ശ്രീ ഭൂവിൽ അസ്ഥിര, സമ്പത്ത് ഭൂമിയിൽ അസ്ഥിരമാണ് എന്ന അറിവ്, ഇത് നിർവേദത്തിൻ്റെ വിഭാവം ആണ്. ആഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ എന്ന് വിഷമാലങ്കാരത്തിൽ നിന്നും ആക്ഷിപ്തമാകുന്ന ദുർവിധിയുടെ ഉപാരംഭം. ഉന്നത പദവിയിലെത്തിയവർ അഹങ്കരിക്കരുത് എന്ന ശ്ലോകത്തിൽ ആകെ കൂടെ വ്യംഗ്യഭംഗിയിൽ ചെയ്യുന്ന പ്രബോധനം മുതലായവ അനുഭാവങ്ങളാണ്. അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു എന്ന സ്മൃതിയും ശ്രീഭൂവിൽ അസ്ഥിര എന്ന മതിയും അതിൽ നിന്ന് ഗമ്യമാകുന്ന
വിഷയജുഗുപ്സ മുതലായവയും നിന്റെ ആഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ എന്ന ചിന്താവിഷാദാദികളും സഞ്ചാരീഭാവങ്ങളാണ്. ഇത് പറയാൻ കാരണം ഇതാണ്. ഇപ്രകാരം പഴയ ക്ലാസിക് നിരൂപണത്തിൻ്റെ മുഴക്കോൽ വെച്ച് അളന്നാലും വീണപൂവ് ലക്ഷണമൊത്ത രചന തന്നെ ആണ് എന്നാണ്. പഴയ നിയോ ക്ലാസിക് ശൈലിയിലാണ് ഡാനിയൽ മാഷ് അത് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് നിയോ ക്ലാസിക് അഭിരുചിയിൽ സഹൃദയത്വം ഉറച്ചു പോയവർക്കും ആ കാവ്യത്തെ ഇകഴ്ത്തി പറയാൻ സാധിക്കില്ല എന്നതാണ് അവസ്ഥ. ഇത്തരം ജഡമായ അളവുകോലുകൾ കൊണ്ടല്ലല്ലോ സഹൃദയർ കവിയെ സമീപിക്കുന്നതും. സാമാന്യ വായനക്കാരനെ ഈ കവിതയുടെ വൈകാരികത വല്ലാതെ ആകർഷിക്കുന്നു. അവൻ്റെ ആസ്തിക്യബോധത്തെ അത് തട്ടിയുണർത്തുകയും ചെയ്യുന്നു. ഡാനിയൽ മാഷുടെ ആദ്യത്തെ ആ വ്യാഖ്യാനം അത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലായെന്ന് വരില്ല. വിഭാവം, അനുഭാവം, സഞ്ചാരീഭാവം, ശാന്തരസത്തിൻ്റെ സ്ഥായിഭാവം എന്താണ് തുടങ്ങിയുള്ള ചർച്ചകളാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ ഉറച്ചുപോയ ചില നിയോ ക്ലാസിക് മാനദണ്ഡങ്ങൾ വെച്ച് അളന്നാൽ പോലും വീണപൂവ് മികച്ച കൃതിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയിട്ടല്ലല്ലോ കവിത ആസ്വദിക്കുന്നത്. അതിൽ വിഭാവം ഏതാ, അനുഭാവം ഏതാ, സഞ്ചാരീഭാവം ഏതാ എന്നൊക്കെ ശുഷ്ക പണ്ഡിതന്മാർ ഇരുന്ന് പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളതിൻ്റെ വൈകാരികത ആണ് ആദ്യം മനസ്സിലേറ്റി വാങ്ങുക. യൗവനാരംഭത്തിൽ എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതീകമാണ് പൂവ്. ആ പൂവിനെ ആഗ്രഹിച്ച് 2 പേരെത്തുന്നുണ്ട്, ഒരു പൂമ്പാറ്റയും ഒരു വണ്ടും. ഒരു കാമുകൻ അതീവ സുന്ദരൻ, രണ്ടാമത്തവൻ കരുത്തൻ. പൂവ് കരുത്തനായ രണ്ടാമനെയാണ് വരിക്കുന്നത്. ഒരു സ്ത്രീ, 2 പുരുഷന്മാർ. സ്ത്രീ തൻ്റെ വിലോഭനീയതയാൽ പുരുഷനെ ആകർഷിക്കുന്നു. ഇത് ആശാൻ കൃതികളിലെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. ആശാൻ്റെ ഖണ്ഡകാവ്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ സത്യം കൂടുതൽ വിവരിക്കാം. ഇവിടെ പൂമ്പാറ്റയ്ക്ക് അഴകാണ് കൈമുതൽ. ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ പൂവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം എന്നാൽ പൂമ്പാറ്റകളാണിവയെല്ലാം എന്ന ആശാൻ പൂവിനും പൂമ്പാറ്റയ്ക്കും ഉള്ള സാമ്യം ഒരു താരാട്ടിൽ പറയുന്നുണ്ട്. ആ സൗകുമാര്യത്തെ വിട്ട് ഭംഗിയില്ലാത്ത എന്നാൽ കരുത്തനായ വണ്ടിനെയാണ് പൂവ് വരിച്ചത്. വണ്ട് കാമദേവൻ്റെ വില്ലിൻ്റെ ഞാണാണ് എന്നുള്ള കവിസങ്കല്പം ഓർക്കാവുന്നതാണ്. നിശബ്ദമായി പറന്നെത്തുന്ന ചിത്രശലഭത്തേക്കാൾ വില്ലിൻ്റെ ഞാണലിയാണോ എന്ന് തോന്നുന്ന മുരൾച്ചയോടെ എത്തുന്ന വണ്ടിൻ്റെ സാന്നിധ്യമാണ് മാംസനിബദ്ധമായ രാഗത്തെ കൂടുതൽ അഭിവ്യഞ്ജിപ്പിക്കുന്നത്. അനുരാഗ ചിത്രണ വേളയിൽ ഭാരതീയ കാവ്യപാരമ്പര്യത്തിന് സ്വീകാര്യം വണ്ടാണ്, പൂമ്പാറ്റയല്ല എന്ന് ശാകുന്തളവും കുമാരസംഭവവും ആശാനെ പഠിപ്പിച്ചിട്ടുണ്ട്. പൂവിൻ്റെ ആത്മാവ് അപ്രത്യക്ഷമായ വഴിക്ക് വണ്ട് തലതല്ലി പറന്നുപോയി എന്നെഴുതിയപ്പോഴും പുനർജന്മവിശ്വാസം എന്ന ഭാരതീയ സങ്കല്പം തന്നെയാണ് ആശാനെ നിയന്ത്രിച്ചത്. നിർവേദത്തെ ആവിഷ്കരിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ബാഹ്യ സംയോജകം. നിങ്ങൾ പാശ്ചാത്യ സാഹിത്യ നിരൂപണം പഠിക്കുമ്പോൾ I.A. റിച്ചർഡ്സ് പറഞ്ഞ ഈ ബാഹ്യ സംയോജകത്തെപ്പറ്റി T.A. എലിയട്ട് പറഞ്ഞ ഈ ബാഹ്യ സംയോജകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനൊരു ബാഹ്യ സംയോജകമാണ് പൂവ് എന്ന് പ്രൊഫസർ ഡാനിയൽ പറയുന്നത് ശ്രദ്ധേയമാണ്. വീണപൂവും നളിനിയും ഏതാണ്ട് ഒരേ കാലത്ത് എഴുതപ്പെട്ട കൃതികളാണ്. നളിനി 1911 പുസ്തക രൂപത്തിൽ പുറത്തു വന്നുള്ളൂ എങ്കിലും സന്യാസ ജീവിതം സ്വീകരിക്കണമോ ലൗകിക ജീവിതം സ്വീകരിക്കണമോ എന്ന കഠിനമായ മാനസിക സംഘർഷത്തിലായിരുന്നു അക്കാലത്ത് ആശാൻ. തന്നെപ്പോലെ സാധാരണക്കാരനായ ഒരാൾക്ക് സന്യാസിയാകാനുള്ള ആത്മബലമില്ല എന്ന ബോധ്യം ദിനം പ്രതി ആശാനിൽ കരുത്താർജിച്ചു വരികയായിരുന്നു. ലോകം നിരത്തുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, കാപട്യമില്ലാതെ അതിജീവിക്കുവാൻ തനിക്കാവില്ല എന്ന് ഈ നാരായണഗുരു ശിഷ്യന് ബോധ്യപ്പെടാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. ശ്രേഷ്ഠരായ സന്യാസിമാർക്ക് പോലും കാലിടറിയിട്ടുണ്ട്. ഉടല് വീഴുന്നത് വരെ ജന്തുവിന് വാസനാബലം ശക്തമാണ്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്കു മുമ്പ് ഉഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് വിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന ശ്ലോകത്തിൽ ഈ ജന്തുസഹജമായ സുഖാസക്തിയെ
നിയന്ത്രിക്കാൻ താൻ അശക്തനാണ് എന്ന് കവി പറയാതെ പറയുകയാണ് ചെയ്തത്. വിടർന്നു നിൽക്കുന്ന പൂവിനെ നോക്കിയിട്ട് ഏത് സന്യാസിയായാലും അല്ലെങ്കിൽ പടവയിൽ തോറ്റ് ഓടുന്നവനാണെങ്കിലും ഒക്കെ ഒരു നിമിഷം നിന്നു പോവും എന്നാണ്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്ക് മുൻപ് ഉഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് വിഴിയുള്ളവർ നിന്നിരിക്കാം. പദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഉടനീളം ആശാൻ ശ്രദ്ധാലുവായിരുന്നു എന്നതിൻ്റെ സൂചനയും പൂവിൻ്റെ വർണ്ണനയിലുണ്ട്. പൂവിൻ്റെ ലാവണ്യം കണ്ണിനെയും, സുഗന്ധം മൂക്കിനെയും, മൃദുത്വം ത്വക്കിനെയും, തേനിൻ്റെ മാധുര്യം നാക്കിനെയും ആനന്ദിപ്പിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽ 4നെയും പൂവ് രസിപ്പിക്കുന്നുണ്ട്. കാതുകൾക്ക് പക്ഷേ അതിൽ പങ്കെടുക്കാനാവില്ല. കാരണം പൂവിന് ശബ്ദമില്ലല്ലോ. പൂവ് പാട്ട് പഠിച്ചത് മൗനമായിട്ടാണ് എന്ന് തുടക്കത്തിൽ തന്നെ ആശാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സൂചന. സൽപുഷ്പമേ ഇവിടെ മാഞ്ഞ് സുമേരുവിന്മേൽ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ. സ്വർലോകവും സകല സംഗമവും കടന്ന് ചെല്ലാം നിനക്ക് തമസപ്പരമമ്പതത്തിൽ എന്ന് മരണാനന്തര ജീവിതത്തെയും പുനർജന്മത്തെയും സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ഭാരതീയ ചിന്തയെയും ആശാൻ സ്വീകരിച്ചു. തർക്കവാഗീശ്വരൻ എന്ന പരീക്ഷയ്ക്ക് പഠിച്ച ആശാന് ഭാരതീയ വേദാന്ത ചിന്തയിൽ അവഗാഹമുണ്ടായിരുന്നുവെങ്കിലും അത് തൻ്റെ കവിതയിൽ കെട്ടിവെക്കരുത് എന്നൊരു നിർബന്ധവും ഉണ്ടായിരുന്നു. കവിതയ്ക്ക് എല്ലുറപ്പ് നൽകാൻ പാകത്തിൽ ചിന്താഭാരം, അല്ലാതെ തത്വചിന്ത ചുമക്കാൻ കവിത എന്നതായിരുന്നില്ല ആശാൻ്റെ രീതി. മലയാള കവിതയിലെ കാൽപ്പനികതയുടെ വരവറിയിച്ച് ആദ്യം വിടർന്ന പൂക്കളിൽ ഏറ്റവും മനോഹരമായ പൂവാണ് വീണപൂവ്. മലയാളിയുടെ കാവ്യബോധ വല്ലരിയിൽ വിരിഞ്ഞ വാടാത്ത വീഴാത്ത പൂവ്. വീണപൂവ് എഴുതിയ കാലത്ത് തന്നെ ആശാൻ തൻ്റെ ആദ്യത്തെ കഥാകാവ്യമായ നളിനിയും എഴുതി തുടങ്ങിയിരുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. ആശാൻ്റെ ഡയറി കുറിപ്പുകളിൽ എൻ്റെ സൂചനയുണ്ട്. നളിനിയിലെ ചില ശ്ലോകങ്ങൾ മനസ്സിലും ചില ശ്ലോകങ്ങൾ ഡയറിയിലും കുറിച്ചിട്ടതായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സന്യാസമോ സാധാരണ ജീവിതമോ? ആശാൻ്റെ മനസ്സിനെ ഉലച്ചിരുന്ന ചോദ്യത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് നളിനി. നളിനി അഥവാ ഒരു സ്നേഹം എന്ന ആ ആഖ്യാന കവിത ഒരു ഭഗ്നപ്രണയത്തിൻ്റെ കഥയായിട്ടാണ് നിരൂപക ലോകം വാഴ്ത്തിയിരിക്കുന്നത്. മാംസനിബദ്ധമായ രാഗം അലൗകികമായ സ്നേഹമായി പരിണമിക്കുന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നത്. പ്രേമസാഫല്യത്തിൻ്റെ ഒരു കഥയും ആശാൻ പറഞ്ഞിട്ടില്ല. ദുരവസ്ഥയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായി സ്നേഹം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തം. ബാക്കി കൃതികൾ നളിനി, ലീല, ചണ്ഡാലഭിഷികി, ചിന്താവിഷ്ടയായ സീത എല്ലാം വഞ്ചിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സാധാരണ പ്രണയകഥയുടെ അസാധാരണമായ പര്യവസാനമാണ് നളിനി പറയുന്നത്. നളിനിയും ദിവാകരനും ബാല്യകാല സുഹൃത്തുക്കളാണ്. യൗവനാരംഭത്തിൽ ദിവാകരൻ നാടും വീടും വിട്ട് സന്യാസിയായി. വിവാഹാലോചനകൾ മുറുകിയപ്പോൾ വീട് വിട്ട നളിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും കയത്തിൽ ചാടുകയും ചെയ്തു. ഒരു തപസ്വിനി അവളെ രക്ഷിച്ച് കൂടെ പാർപ്പിച്ചു. 5 കൊല്ലം കഴിഞ്ഞ് യാദൃച്ഛികമായി അവൾ ദിവാകരൻ എന്ന സന്യാസിയെ കണ്ടു. അയാളുടെ ഉപദേശം കേട്ട് മോക്ഷം പ്രാപിച്ചു. ഇതാണ് കഥയുടെ അസ്ഥിപഞ്ജരം. മാംസനിബദ്ധമായ രാഗം അലൗകികമായ വിശ്വപ്രേമമായി പരിണമിച്ചു എന്നാണ് പണ്ഡിതന്മാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞു വെച്ചത്. എന്നാൽ വാസ്തവത്തിൽ ഇതാണോ നളിനിയിൽ സംഭവിച്ചിട്ടുള്ളത്? അല്ല എന്നാണ് എൻ്റെ വായന. നളിനിയുടെ അവതാരികയിൽ AR പറഞ്ഞത് കാവ്യത്തിൻ്റെ അങ്കിരസം ശൃംഗാരമാണ് എന്നാണ്. ARൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം. സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതിൻ്റെ നിർവഹണം രമണീയമായ സംഭോഗ ശൃംഗാരത്തിൻ്റെ ഉത്തമ കാഷ്ഠയിൽ തന്നെ പര്യവസാനിച്ചതായി കാണാം. മുഖവിനയിൽ ARൻ്റെ അഭിപ്രായത്തെ ആശാൻ സ്വീകരിക്കുന്നുണ്ട്. ഇനി ആശാൻ്റെ വാക്കുകളാണ്. ഇതിൽ കവിമര്യാദ അനുസരിച്ച് മൂടിവെച്ചിരുന്ന മുഖ്യസ്ഥാനങ്ങളിലെല്ലാം മർമ്മജ്ഞനായ അവിടുത്തെ വിരലുകൾ, ARൻ്റെ വിരലുകൾ നൈപുണ്യത്തോടെ പ്രവേശിച്ചിരിക്കുന്നതായി കാണുന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നു. ആശാൻ തുറന്നു സമ്മതിക്കുന്ന ഈ മൂടിവെക്കലിന് പിന്നിലെ കാരണം എന്തായിരിക്കാം?
ഒരുപക്ഷെ താൻ എഴുതുന്നത് ഗുരു വായിക്കും എന്ന ചിന്തയായിരുന്നു. ആശാൻ്റെ ആദ്യ പ്രധാന കൃതികൾ വീണപൂവും നളിനിയും ഏതാണ്ട് ഒരേ കാലത്താണ് എഴുതപ്പെട്ടത്. SNDPയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് അദ്ദേഹം. നാരായണഗുരു ആയിരുന്നു വഴികാട്ടി. നളിനിയിൽ ഭൗതികമായ പ്രേമം ആത്മീയ സ്നേഹമായി പരിവർത്തിതമായി എന്ന വലിയ വാക്കുകൾ തൊണ്ടതൊടാതെ വിഴുങ്ങുന്നതിന് മുൻപ് ആശാൻ്റെ വ്യക്തി ജീവിതത്തിൽ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബാംഗ്ലൂരും കൽക്കട്ടയിലും പോകുന്നതിന് മുമ്പ് കുമാരനാശാൻ സന്യാസത്തെ തൻ്റെ ജീവിത ലക്ഷ്യമായി കരുതിയിരിക്കാം. കാമിനി ഗർഹണം തുടങ്ങിയ രചനകൾ ആ മനോഭാവത്തെയാണ് അഭിവ്യഞ്ജിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ശിഷ്യർക്കിടയിൽ അദ്ദേഹം ചിന്നസ്വാമി ആയിരുന്നു. ആശാൻ്റെ രചനകളുടെ കയ്യെഴുത്ത് പ്രതികൾ പഠിച്ച MM ബഷീർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കണം. ആശാൻ്റെ കയ്യെഴുത്ത് പ്രതികളിലെ പല ശ്ലോകങ്ങളും അദ്ദേഹം വെട്ടിയും തിരുത്തിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവയെപ്പറ്റിയുള്ള പഠനമാണ് ബഷീറിൻ്റെ പുസ്തകം. ആശാൻ്റെ ആദ്യകാല രചനകൾ നിജാനന്ദ വിലാസം എന്ന പേരിൽ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രസാധകനായ കരുവ കൃഷ്ണനാശാൻ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കുമാരദേവൻ എന്ന സച്ചിദാനന്ദ സ്വാമികളാൽ അരുൾ ചെയ്യപ്പെട്ടത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആശാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭാഷാഭൂഷണിയിൽ കുമാരനാശാൻ എന്ന ലേഖനം എഴുതിയപ്പോൾ മൂലൂർ വ്യക്തമാക്കുന്നുണ്ട്. അരുവിപ്പുറം ശ്രീ ശങ്കരഗിരിയിൽ എഴുന്നള്ളിയിരിക്കും ശ്രീ ഭഗവാൻ ശ്രീനാരായണാചാര്യ സ്വാമി പാദശിഷ്യൻ കുമാരദേവർ എന്ന സച്ചിദാനന്ദ സ്വാമികളാൽ അരുൾ ചെയ്യപ്പെട്ടത് എന്നായിരുന്നു ആദ്യ പുസ്തകത്തിൻ്റെ പുറം പേജിൽ ഗ്രന്ഥകാരൻ നാമം പ്രകാശിപ്പിച്ച് കാണുന്നത്. അത് കുമാരനാശാൻ അവർക്ക് അല്പം വെറുപ്പുണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കി. ഡോക്ടർ MM ബഷീർ കോട്ട് ചെയ്തിട്ടുള്ളതാണ് കുമാരനാശാൻ്റെ രചനാശില്പം 1988, പുറം 210. തീർന്നില്ല, അതേ ഗ്രന്ഥത്തിൽ നിന്ന് ചില വരികൾ കൂടി. SNDP യോഗത്തിൻ്റെ 3ാം വാർഷികത്തിൽ, അത് 1908 മംഗളരൂപേണ മൂലൂർ S പത്മനാഭ പണിക്കർ എഴുതി വായിച്ച കവിതയിൽ ആശാനെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വാമി കടാക്ഷത്താൽ മഞ്ഞൾ സദാ കീർത്തി പോലും ചിന്നസ്വാമി എൻകെ ആശാൻ ജയിച്ചിടേണം. സ്വാഗതം പറയുന്നതൊക്കെ അന്ന് പദ്യത്തിലൊക്കെ ചെയ്യാറുണ്ട്. ആ രീതിയിലാണ്. പിന്നെ സ്വാമി കടാക്ഷത്താൽ മഞ്ഞൾ സദാ കീർത്തി പോലും ചിന്നസ്വാമി എൻകെ ആശാൻ ജയിച്ചിടേണം. പിന്നീട് ആ കവിത വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തി. അന്ന് വിവേകോദയത്തിൻ്റെ പത്രാധിപരായിരുന്ന കുമാരനാശൻ അച്ചടിച്ചപ്പോൾ അത് തിരുത്തിയത് ഇങ്ങനെയാണ്: പിന്നെ സ്വാമി കടാക്ഷത്താൽ മഞ്ഞൾ സദാ കീർത്തി പോലും ചിന്നസ്വാമി എൻകെ ആശാൻ ജയിച്ചിടേണം എന്നാണ്. എന്നാൽ വിവേകോദയത്തിൽ അത് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ആശാൻ അത് തിരുത്തിയ രീതി ഇതാണ്: പിന്നെ സ്വാമി കടാക്ഷത്താൽ മഞ്ഞൾ സദാ കീർത്തി പോലും ധന്യമതി എൻകെ ആശാൻ ജയിച്ചിടേണം എന്നാക്കി. മൂലൂർ പറയുന്നു, ഈ തിരുത്തൽ ആശാൻ മനഃപൂർവ്വം നടത്തിയതാണ്. ചിന്നസ്വാമി എന്നുള്ളതിന് പകരം ധന്യമതി എന്നാക്കിയത്. തീർന്നില്ല, കവിരാമായണം 1ാം പതിപ്പൽ കുമാരയോഗി സുമുഖൻ എന്ന പ്രയോഗം മൂലൂർ 2ാം പതിപ്പിൽ കുമാര കാവ്യകുശലൻ എന്നാക്കിയിട്ടുണ്ട്. ഇത് തന്നെ യോഗിയായി കാണുന്നതിൽ ആശാന് വിപ്രതിപത്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാവണമല്ലോ. ഇനിയുമുണ്ടൊരു കാര്യം. ഡോക്ടർ പൽപ്പുവിൻ്റെ അനുജൻ P. താണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു നോട്ട് പുസ്തകത്തിലാണ് ആശാൻ ഭാഷാ മേഘസന്ദേശം എഴുതാൻ തുടങ്ങിയത്. മേഘസന്ദേശത്തിലെ 1-2 ശ്ലോകങ്ങൾ ആശാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആശാൻ ഭാഷാ മേഘസന്ദേശം എഴുതാൻ തുടങ്ങിയത്. ശ്രീമാൻ P. താണു ആ പുസ്തകത്തിൽ സ്വന്തം കൈപ്പടയിൽ പേരും മേൽവിലാസവും എഴുതിയിട്ടുണ്ട്. അതേ കൈപ്പടയിൽ അതേ മഷിയിൽ 2 ചിന്നസ്വാമി എന്നും, എന്നാൽ 2 ചിന്നസ്വാമി എന്നുള്ളത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ആ പുസ്തകത്തിൽ ഭാഷാ മേഘസന്ദേശം എഴുതാൻ തുടങ്ങിയ ആശാനാവാം അത് വെട്ടിയത് എന്ന ഊഹത്തിൽ യുക്തിയുണ്ട്. ഡോക്ടർ ബഷീർ എഴുതുന്നു, തൻ്റെ മേൽ പിടിമുറുക്കിയ ജീവിതരതിയുടെ പ്രതീകങ്ങളായ നായികമാരുടെ നാശത്തിലൂടെ പ്രതികരിച്ച് കവി മനസ്സ് സ്വസ്ഥത തേടുന്നു.
നായകന്മാരെ നിലനിർത്തുന്നതിലൂടെ കുമാരനാശാൻ സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം അഭിവ്യഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കുമാരനാശാൻ്റെ രചനാശില്പം എന്നുള്ള പുസ്തകം തന്നെ, 1-ാം പതിപ്പ് 1988, SPCS ആണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. SNDP സെക്രട്ടറി ആയതിനു ശേഷം കുമാരനാശാൻ ചില കമ്പനികളിൽ ഷെയർ എടുക്കുകയും വസ്തുവകകൾ വാങ്ങാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സന്യാസിയുടെ ജീവിതത്തോട് തികഞ്ഞ ആദരവ് പുലർത്തുന്നുണ്ടെങ്കിലും അത് അപൂർവം അസാധാരണന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ ജീവിതം ലൗകികനായൊരു മനുഷ്യൻ്റേതാണ് എന്ന തിരിച്ചറിവാണ് ഈ പ്രവൃത്തികൾക്ക് പിന്നിലെ ചോദന. നളിനിയും വീണഭവും ഏറെക്കുറെ ഒരേ കാലത്താണ് രചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ. സ്തോത്രകൃതികളുടെ രചന അവസാനിപ്പിച്ച് മനുഷ്യബന്ധങ്ങളുടെ കഥ പറയാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് നളിനിയുടെ രചന. നളിനിയാണ് ആശാൻ്റെ ആദ്യത്തെ മനുഷ്യകഥാനുഗാനം. ചിന്നസ്വാമിയല്ല, SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് നളിനിയുടെ രചയിതാവ്. നാണുഗുരുവിൻ്റെ ശിഷ്യൻ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു എന്ന് തീർച്ച. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നളിനി ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ലൗകിക പ്രേമം ആത്മീയ പ്രേമമായി മാറുന്നു എന്ന വാഴ്ത്തലിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. ദിവാകരൻ എന്ന സന്യാസി ഒരു നിമിഷം ലൗകിക സ്നേഹത്തിന് അടിപ്പെട്ട കഥയാണ് ആശാൻ പറഞ്ഞു വെച്ചത്. നളിനിയുടെ വിലോഭനീയമായ സൗന്ദര്യത്തിൻ്റെയും സമാഗമ തൃഷ്ണയുടെയും വിജന സാഹചര്യത്തിൻ്റെയും സമ്മർദ്ദത്താൽ ദിവാകരന് ബ്രഹ്മചര്യ വ്രതഭംഗം സംഭവിച്ചു എന്നതാണ് ആശാൻ പറയാതെ പറഞ്ഞതും AR കണ്ടെത്തിയത്. അതല്ല എന്ന പ്രതീതി ജനിപ്പിക്കാൻ ആശാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതേസമയം നടന്ന കാര്യം ഗാഠപാരായണത്തിലൂടെ വായനക്കാരൻ മനസ്സിലാക്കുകയും വേണം എന്ന് വാക്കിലും പൊരുളിലും ശ്രദ്ധിച്ച കവി ഉദ്ദേശിച്ചിരുന്നു. അർത്ഥശങ്കയ്ക്ക് സാധ്യത സാഹിത്യത്തിൻ്റെ സ്വഭാവമാണ് എന്ന് ഇന്ന് ഭാഷയിൽ അപൂർണമിങ്ങഹു വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്നെഴുതിയ മഹാകവിക്ക് അസലായിട്ട് അറിയാമായിരുന്നു. ഭാഷയുടെ അപൂർണതയെപ്പറ്റി, ആ അപൂർണത ജനിപ്പിക്കുന്ന സാധ്യതകളെപ്പറ്റി ആശാനെ പഠിപ്പിക്കാൻ പ്രാപ്തനായ ഒരാശാൻ നമുക്കിനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇനി നളിനിയുടെ അല്പം വിശദമായ വായനയിലേക്ക്. കാവ്യാരംഭത്തിൽ യുവയോഗിയെ ഭയമില്ലാത്തവനാണ്, കാരുണ്യവാനാണ്, ശീതാതപാദികൾ ജയിച്ചവനാണ് എന്നൊക്കെ വർണ്ണിക്കുന്നു. ഉചിതം. കൂട്ടത്തിൽ ഏതിനും പോന്നവൻ എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ഇത് ഋഷിക്ക് ചേരുന്ന വിശേഷണമാണ്. മാത്രമല്ല യോഗി നിർമ്മമനല്ല എന്ന് ആശാൻ എടുത്തു പറയുന്നുണ്ട്. കാഴ്ചയിൽ കാണുന്ന പോലെ ഉള്ളവനല്ല ഇയാൾ എന്നാണല്ലോ അതിനർത്ഥം. ദിവാകരൻ്റെ അപ്പോഴത്തെ മനസ്സ് അരിയെ വെന്ന് ഊഴി കാക്കാൻ കോപ്പിടുന്ന നിർവൃതിയുടേതാണ്. ശത്രുവിനെ തോൽപ്പിച്ച് ഭൂമി കീഴടക്കുന്ന രാജാവിൻ്റെ മനോഭാവമാണ് എന്നാണ് പറയുന്നത്. സാത്വിക ഭാവമല്ല, രാജസഭാവമാണ് അയാളിൽ അപ്പോൾ മികച്ചു നിൽക്കുന്നത്. അതല്ലേ അതിനർത്ഥം. ഒന്നിനും താല്പര്യമില്ലാത്തവനാണ് യമി എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഇവിടെ യമിയെ വർണ്ണിക്കുമ്പോൾ തൽപരത്വമവനാർന്നിരുന്നു എന്നാണ് എടുത്തു പറഞ്ഞ കാര്യം. ഉയരങ്ങളിൽ നിന്ന് താഴേക്കാണ് അയാളുടെ യാത്ര. മലമുകളിൽ നിന്നും താഴ്വാരത്തെ അയാൾ കാണുകയാണ്. വാനിൽ നിന്ന് നിജ നീടമാർന്നെഴും കാനനം ഖഗയുവാവു പോലവേ എന്നാണ്. നീടം എന്ന വാക്കിന് പക്ഷിക്കൂട് എന്നാണ് സാമാന്യമായി അർത്ഥം പറയാറുള്ളത്. എന്നാൽ ഇണപ്പക്ഷി ഇരിക്കുന്ന കൂട് എന്ന് തന്നെ അർത്ഥം പറയണം എന്ന് നളിനിയുടെ വ്യാഖ്യാനത്തിൽ ഡോക്ടർ PV വേലായുധൻ പിള്ള എടുത്തു പറയുന്നുണ്ട്. നളിനി വ്യാഖ്യാനം വേലായുധൻ പിള്ളയുടെ വക 1980 ആണ്. ആ യമി കുന്നിന് താഴെ തൻ്റെ ഇണയെ കണ്ടെത്തുകയാണ് കാവ്യത്തിൽ. പൊയ്ക കണ്ടപ്പോൾ പണ്ട് തൻ്റെ പുരപുഷ്പവാടി ഉൾക്കൊണ്ട പൊയ്ക അയാളെ വികാരഭരിതനാക്കി. അപ്രിയം കേട്ടാൽ പരിഭവിക്കുന്ന പ്രിയങ്കരിയായ കൗമാരക്കാരിയെയും അയാൾ ഓർക്കുന്നുണ്ട്. ശീതാതപാദികളെ ജയിച്ചത് യതിയുടെ ഉടലാണ്, ഉയിരല്ല എന്നർത്ഥം. ദിവാകരൻ്റെ മനസ്സ് മാനുഷിക വികാരങ്ങൾക്ക് വിധേയമായിരുന്നു. ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ എന്നതൊരു സത്യപ്രസ്താവനയാണ്. അങ്ങനെയുള്ള ഭാഗ്യവാനാണ് ദിവാകരൻ എന്ന് വായനക്കാർ വിഭാവന ചെയ്യുകയാണ് ഉണ്ടായത്. ആശാൻ പറഞ്ഞിട്ടില്ല.
അത് ദിവാകരനെ പറ്റി ആയിരുന്നുവെങ്കിൽ ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഇങ്ങുടല് വീഴുവോളവും എന്ന് എഴുതേണ്ടിയിരുന്നില്ലല്ലോ. മനസ്സിനെ കീഴടക്കുന്ന യമിയാവാൻ ദിവാകരൻ ശ്രമിച്ചിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. അത് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. മനസ്സിനെ കീഴടക്കാനായാൽ അതാണ് സർവശ്രേഷ്ഠം എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന് ബോധ്യമുണ്ട്. അത് എല്ലാവർക്കും സാധ്യമല്ല എന്ന അറിവും. വാസനാബലത്തിൽ നിന്നുള്ള മുക്തി എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. ദിവാകരൻ അത് സാധിച്ചില്ല എന്നാണ് ആശാൻ പറയാതെ പറഞ്ഞത്. ആശാൻ വെട്ടിത്തുറന്ന് പറയാത്ത കാര്യം AR കണ്ടെത്തിയതിനാണ് ആശാൻ സന്തോഷിച്ചത്. കാറ്റടിക്കുമ്പോൾ ജ്വലിക്കാൻ പാകത്തിൽ ചാരം മൂടിക്കിടന്ന കനലായിരുന്നു ദിവാകരൻ്റെ മനസ്സ്. ചിന്നസ്വാമി പദം ഭാരമായി കണ്ട ആശാൻ്റെ മനസ്സ് തന്നെ. വീണ്ടും കാവ്യത്തിലേക്ക് കടക്കാം. സുരഭി വായു അയാളെ താമരപ്പൊയ്കയുടെ നളിനിയുടെ, നളിനി വെച്ചാൽ താമരപ്പൊയ്ക ആണ്, സുരഭി വായു അയാളെ താമരപ്പൊയ്കയുടെ നളിനിയുടെ സമീപത്തേക്ക് എതിരേറ്റെത്തിച്ചു എന്നാണ് വർണ്ണന. എന്തിൻ്റെ സൗരഭ്യം? പൂക്കളുടെ. കാമബാണങ്ങളാണ് പൂവുകൾ. കാമൻ്റെ രഥമാണ് ഇളങ്കാറ്റ്. അടുത്ത് കാതോളം ഞാൻ വലിച്ച് പൂവമ്പ് തൊടുത്ത് ഉടലില്ലാത്തതിനാൽ അദൃശ്യനായി കാമദേവനുണ്ട് എന്നാണ് ധ്വനി. ആ കാമദേവ സാന്നിധ്യം യോഗിയെ വശകനാക്കി. ആഗതർക്ക് വിഹകസ്വരങ്ങളാൽ സ്വാഗതം പറയുന്ന സരോജിനിയുടെ സമീപം അയാളെത്തി. ശബ്ദാർത്ഥ സൗന്ദര്യം ചേർന്ന ഗാനം ഉതിർക്കുന്ന നളിനിയെ കണ്ടപ്പോൾ കൂവിടായിക കുയിലേ അനക്ഷരം എന്ന് ലയവേദിയായ യമി പറയുന്നുണ്ട്. നിരുപമമായ ഒരു കാവ്യം, പൂമരഛായ, വനഭുവി ഗാനം പെയ്തു പെയ്ത് ബാല്യകാല സഖി. ഒമർ ഖയാമിൻ്റെ സ്വർഗം ഇതിനടുത്ത് എവിടെയോ തന്നെയാണ്. താഴ്വരയിൽ എത്തിച്ചേർന്നപ്പോൾ യതി ആർത്തിയാൽ നെടുതായി വീർത്തു എന്നാണ് ആശാൻ എഴുതിയത്. ദുഃഖത്താലാണ് ദീർഘശ്വാസം വിട്ടത് എങ്കിൽ എന്താണ് ദുഃഖകാരണം എന്ന് പറയേണ്ടിയിരുന്നു. അത് പറഞ്ഞില്ല എന്നല്ല, മനസ്സ് ആഹ്ലാദഭരിതമാവുന്ന സാഹചര്യമാണ് വിവരിക്കപ്പെട്ട് കാണുന്നത്. പിന്നെ എന്താണ് ആർത്തി? ആശാൻ പറയാൻ മടിക്കുന്നു. നിങ്ങൾക്കത് കൃത്യമായി ഊഹിക്കാമല്ലോ എന്ന മട്ടിൽ. ദിവാകരൻ നളിനിയെ കാണുന്നത് എങ്ങനെയാണ്? കുളി കഴിഞ്ഞ് ഈറനണിഞ്ഞ് ഉഷസ് പോലെ ശുദ്ധയായി. ബദ്ധുരാങ്കരുചി ജീവി നിന്ന് ഉഷസന്ധ്യ പോലെയൊരു പാവനാങ്കിയാൾ എന്നാണ്. പണ്ട് ഹിമാലയ സാനുക്കളിൽ എവിടെയോ നല്ല ഹൈമവത ഭൂവിൽ ഏറെ കൊല്ലം മുൻപ് തൻ്റെ ഉഗ്ര തപസ്സിൻ്റെ പാരമ്യത്തിൽ കല്ലോലമില്ലാത്ത ആഴി പോലെയും കാറ്റിൽപ്പെടാത്ത ദീപം പോലെയും നിഷ്പന്ദമായിരുന്ന ഒരു യോഗി മുങ്ങിക്കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് വെളുത്ത പൂക്കളുമായി നിൽക്കുന്ന ഒരു കന്യകയെ അദൃശ്യനായ കാമൻ്റെ സാന്നിധ്യത്തിൽ കണ്ടതിൻ്റെ പര്യവസാനം എങ്ങനെയായി എന്ന് കാളിദാസൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കേരള കാളിദാസൻ്റെ ഈ ശിഷ്യനും പറയാനുള്ളത് അതുതന്നെയാണ്. അവർ പരസ്പരം കണ്ടില്ല, എങ്കിലും രണ്ടുപേരും അകതാരിൽ ഉത്കണ്ഠപ്പെട്ടു. കണ്ടതില്ലവർ പരസ്പരം മരം കൊണ്ടു നേർവഴി മറഞ്ഞിരിക്കലും രണ്ടുപേരും അകതാരിലാർന്നിൽ ഉത്കണ്ഠ കൺകഹ ബന്ധവൈഭവം എന്ന്. ഭാവസ്ഥിരാണി ജനനാന്തര സൗഹൃദാനി എന്ന് കാളിദാസൻ പറഞ്ഞതും ഇതുതന്നെയാണ്. ആശാൻ്റെ ആഖ്യാനം സശ്രദ്ധം പിന്തുടരാം. ദിവാകരൻ ഉന്നത സ്ഥാനത്ത് നിന്നും താഴേക്കെത്തി. സന്യാസത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നും സാധാരണക്കാരൻ്റെ ലൗകികതയിലേക്ക്. യതിധർമ്മമരുപ്പരപ്പിൽ നിന്നാണുപോൽ ചിതമൃതാപ്തി ചതിച്ചു ശാസ്ത്രം എന്ന് വള്ളത്തോളിന് പറയാം. പക്ഷേ നാണുഗുരുവിൻ്റെ ശിഷ്യന് അത് പറയാൻ ധൈര്യമില്ല. അപ്പോൾ നളിനിക്ക് എന്തു സംഭവിച്ചു? ഓമനച്ചെറു മൃണാളമെന്ന പോൽ വാമനേത്രയുടെ വാമകരം തുടിച്ചു. സ്ത്രീകൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് ശുഭസൂചകമാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യം എന്ന വിശ്വാസവും ലക്ഷണശാസ്ത്രവും. കണ്വാശ്രമത്തിലേക്ക് കടന്നപ്പോൾ എന്താണ് തൻ്റെ വലതു കൈ തുടിക്കുന്നത് എന്ന് ദുഷ്യന്തൻ അത്ഭുതപ്പെടുന്നുണ്ട്. അവിടെ പിന്നീട് എന്തുണ്ടായി എന്ന് നമുക്കറിയാം. ഹനുമാൻ ലങ്കയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ സീതയ്ക്ക് ഭർത്തൃസമാഗമ സാധ്യത തെളിഞ്ഞു എന്നല്ല, സീതയുടെ വാമഭാഗം തുടിച്ചു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയത്. ദിവാകരനത്തൊരു കുടുംബം, അതായിരുന്നു നളിനിയുടെ ഏക ആഗ്രഹം. അതിതാ സാധിക്കാൻ പോകുന്നു എന്നാണ് സൂചന. മരം തളിർക്കാൻ തുടരുമ്പോഴേക്കും ഒപ്പം മുളച്ചീടിന വലിയ പൂക്കും എന്നതുകൊണ്ട് കണ്ട ഉടനെ ദിവാകരന് നളിനിയെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ
ഉദീർണ ശോഭയാൾ ഇന്ന് താപസകുമാരിയല്ല എന്ന് അയാൾ മനസ്സിലാക്കി. അവൾ ധരിച്ചിരുന്നത് വൽക്കലമായിട്ട് കൂടി അത് ദിവാകരന് മനസ്സിലായി. ദിവാകരൻ്റെ കണ്ണ് ദുഷ്യന്തൻ്റെ കണ്ണായിരുന്നു എന്ന് വ്യക്തം. ആ സമയത്ത് അയാളുടെ മനസ്സ് ദുഷ്യന്തൻ്റെ മനസ്സായിരുന്നു എന്നതിന് തെളിവൊന്നുമില്ല. എങ്കിലും മനുഷ്യന് ഹിതാർത്ഥമായി വിധി വാമലീല തുടരുന്നു എന്ന ചൊല്ല് നളിനിയെ മാത്രമല്ല ദിവാകരനെയും ബാധിക്കുമല്ലോ, പൊതുചൊല്ലായതുകൊണ്ട് തന്നെ. തുടർന്നാണ് സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമം മധുകൊതിച്ച വണ്ടിനും ചന്തമാർന്ന് അരുളി നിൽക്കും ഓമലേ ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം എന്ന പ്രസിദ്ധമായ ശ്ലോകം വരുന്നത്. ഇത് നളിനി പൊയ്കയിലെ താമരയോട് പറയുന്നതാണ്. അതേസമയം ഇത് ആശാൻ്റെ മനസ്സിൽ ഉറച്ച ഒരാശയമാണ്. വ്രതിയായ കണവനെ സേവിക്കുക നിർവൃതിയായി കരുതുന്നവരും ശുദ്ധരാഗമാരും സമ്പൽ സമൃദ്ധിയുടെ കെട്ടിക്കാഴ്ചയിൽ കൊതിയോരാത്തവരും ആയ പതിദേവതമാരെ ആദർശ വനിതകളായി കണ്ട ആളാണ് ആശാൻ. ചിന്താവിഷ്ടയായ സീത, ശ്ലോകം 69. കാലം കൊണ്ട് ഈ ചിന്ത ദൃഢമായി തീർന്നു എന്നർത്ഥം. ചിന്നസ്വാമിയെ മനസ്സിൽ നിന്നും ഇറക്കിവിട്ട നാൾ മുതലെങ്കിലും ഈ ചിന്ത ആശാനിൽ ഉണ്ടാവണം. മറ്റാരും കേൾക്കുന്നില്ല എന്ന ധൈര്യത്തിൽ നളിനി തൻ്റെ മനസ്സ് തുറക്കുകയായിരുന്നു. അവൾ താമരയോട് പറഞ്ഞ കാര്യം തന്നെയാണ് ആശാന് നളിനിയോടും പറയാനുണ്ടാവുക. സർവസംഘപരിത്യാഗിയായ മുനിയുടെ ഉഗ്ര തേജസ്സിനാണോ, ഇണചേർന്നു മരിച്ച കൊറ്റിയിൽ ഘൃണചേർന്ന ഋഷിയുടെ ആർദ്ര മനസ്സിൻ്റെ നിലാവാണോ ആശാന് സ്വീകാര്യമായിരുന്നത്? ഇണചേർന്ന എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരം വ്യക്തം. അനുരാഗ നദിക്ക് വിഘ്നം കൂടാത്ത ഒഴുക്ക് വിധി അനുവദിക്കില്ല എന്ന് ആശാനും അറിയാമായിരുന്നു. അതിൻ്റെ തെളിവാണ് നളിനി അനുഭവിച്ച ദുഃഖം. ദിവാകരൻ തന്നെ ഉപേക്ഷിച്ചു പോകും എന്ന് തോന്നിയ സന്ദർഭത്തിൽ അന്യഥാകരി ആര്യരി സന്നദ്ധൈര്യേ അഹോ ത്യജിക്കല ധന്യയാം എളിയ ശിഷ്യ ഇപ്പദം തന്നിൽ നിത്യപരിചര്യയൊന്നിനാൽ എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിൽ വളരുന്ന താമര ഒരിക്കലും നനയാത്ത പോലെ കൈകൾ പ്രവൃത്തിയിൽ, മനസ്സ് ഈശ്വരനിൽ. അതാണ് ജീവിതം, ഒരു വീട്ട് അമ്മയുടെ ജീവിതം. വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ വിവേകോദയക്കാരന് അറിവുള്ള കാര്യമാണ്. സന്തതം മിഹിരൻ ആത്മശോഭയും എന്ന ശ്ലോകം ആശാൻ്റെ പിന്മുറക്കാരനായ മറ്റൊരു മഹാകവിയുടെ ചില വരികൾ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നുണ്ട്. അധീരമായ അന്തരംഗത്തോടു കൂടിയ മറ്റൊരു വധുവിൻ്റെ ചിത്രം വൈലോപ്പിള്ളി മാഷെ തുയിലുണർത്തൽ എന്നുള്ള കവിതയിൽ നിന്നാണ്. കുളികഴിയ കണ്ണെഴുതി കസ്തൂരി കുറികുത്തി കുറുമൊഴിതൻ പൂചൂടി കൂത്തുഞെറി തുകിൽ ചുറ്റി മണവാളൻ വാണരളും മണിയറവൻ പാർശ്വത്തിൽ പൂവരിയും നന്ദികളും പൂണ്ടുയരും കൈകൂപ്പി പരദൈവം ചിരിതൂകും ചെറുദൈവത്തിനു മുന്നിൽ മംഗല്യം നേടുന്നു മലയാള പെൺകൊടിയാൾ. ഈ മലയാള പെൺകൊടി തന്നെയാണ് നളിനി എന്നാണ് എൻ്റെ വാദം. നളിനിയുടെ സമീപത്തെത്തിയ ദിവാകരനെ ഇന്ദ്രിയം പാട്ടിലാക്കി അപഭീതനാം യതി എന്നാണ് വിശേഷിപ്പിച്ചത്. ഏത് യതിയും അപഭീതൻ തന്നെയാണ്. അഭയം വൈ ബ്രഹ്മ എന്നാണ് പ്രമാണം. അതാണ് ഏത് യതിക്കും പ്രമാണം. ഇവിടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ഇന്ദ്രിയം പാട്ടിലാക്കിയ യതി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കിയ യതി എന്നോ ഇന്ദ്രിയങ്ങളാൽ പാട്ടിലാക്കപ്പെട്ട യതി എന്നാണോ വിവക്ഷ? രണ്ടുമാവാം. വാക്കും പൊരുളും ഒരേ മട്ടിൽ ശ്രദ്ധിച്ചിരുന്നു ആശാൻ. മുനിയെ ലയലീനൻ എന്ന് മുൻപ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാട്ട് കേട്ടപ്പോൾ അയാളുടെ കർണേന്ദ്രിയങ്ങൾക്ക് അടക്കം നഷ്ടപ്പെട്ടു. ദിവാകരൻ്റെ പാദങ്ങളിൽ ഒരു സ്വർണമാല പോലെ വീണ നളിനി മാറിൽ നിന്ന് ഇഴിഞ്ഞ വൽക്കലം പേറിയാണ് എഴുന്നേറ്റത്. ദിവാകരൻ്റെ നേത്രേന്ദ്രിയത്തിന് അടക്കം വിട്ടു എന്ന് നാണുഗുരുവിൻ്റെ ശിഷ്യന് പറയാനാവില്ലല്ലോ. ഫ്രോയിഡോ കേസരിയോ വിജയമാഷോ ആണ് ആ സമാഗമത്തിന് സാക്ഷിയായിരുന്നതെങ്കിൽ അവിടെ കണ്ട ഭക്തിയും വാത്സല്യവും കാമത്തിൻ്റെ സബ്ലിമേറ്റഡ് രൂപമായിരുന്നു എന്ന് പറയുമായിരുന്നില്ലേ? വെട്ടിത്തുറന്ന് പറഞ്ഞില്ല എങ്കിലും നാരായണ ഗുരുവിൻ്റെ ഒരു പ്രശിഷ്യൻ നിത്യചൈതന്യയതി ഇതൊക്കെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ആ രംഗത്തെ വിമർശിച്ചപ്പോൾ പറഞ്ഞത്. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സെന്തമാന വനദാരു വാരിമേൽ മന്ദമാച്ചുഴിയിൽ ആഞ്ഞപോൽ ആയി ദിവാകരൻ്റെ അവസ്ഥ. നദിയിലെ ഒഴുക്കിൽപ്പെട്ട
തടിയുടെ ഗതി നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒഴുക്കാണ്, തടിയല്ല. ഇവിടെ വിധിയുടെ തടുക്കാനാവാത്ത ഒഴുക്കിൽപ്പെട്ട് മുനി തൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് വിധിയാണ് എന്ന് മനസ്സിലാക്കി. എല്ലാം കർമ്മഗതി പോലെ വരും എന്ന ആശയം ആശാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നോർക്കുക. ഒരു നിശ്ചയമില്ലേ ഒന്നിനും, വരും ഓരോ ദശ വന്ന പോലെ പോം എന്നൊരിക്കൽ. ആരറിവൂ നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും എന്ന് മറ്റൊരിക്കൽ. നിജഗതാഗതങ്ങളാൻ ഈശനിശ്ചയം അറിഞ്ഞിടാ നരൻ എന്ന് മറ്റൊരിക്കൽ. സ്വന്തകർമ്മവശരായി തിരിഞ്ഞിടുന്ന അന്തമറ്റ ബഹുജീവകൂടികൾ. അവിദിത പരിണാമമൊക്കെയൊക്കൽ ശിവശിവ സർവമനാഥമീ ജഗത്തിൽ. അതുകൊണ്ട് ദിവാകരൻ ആസംഗനായി. ദിവാകരൻ നളിനിയെ ആദ്യം വിളിച്ചത് ഭഗിനി എന്നാണ്. മംഗളം ഭഗിനി, നിന്റെ ഭക്തിയാൽ തുങ്കബോധമിയലെന്നു ഞാൻ സുഖി. അടുത്ത സംബോധന സഖി എന്നായി. ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട എന്നാണ്. തുടർന്ന് വരുന്ന സംബോധന വത്സലേ എന്നാണ്. എന്നിൽ നിന്ന് അണുവുമേൽക്കിയിൽ അപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നതേ നിന്നിൽ ഈ പ്രണയചാപലത്തെ ഞാൻ അന്നും ഇന്ന് ഒരുപോലെ വത്സലേ. അവളുടെ പ്രണയചാപലത്തെ അന്നെന്ന പോലെ ഇന്നും കാണുന്നു. അന്ന് ഇളം കുരുന്നായിരുന്നതിനാൽ പ്രതികരിച്ചില്ല. ഇപ്പോൾ അവളുടെ താരുണ്യ തിമിർപ്പിനെ അയാൾ തിരിച്ചറിഞ്ഞു. ഒപ്പം മുളച്ചീടിന വല്ലി പൂത്തു എന്ന് പറയുമ്പോൾ പറയാതെ പറയുന്നത് മരം തളിർക്കാൻ തുടങ്ങി എന്നുകൂടിയാണ്. നളിനി സ്വന്തം ദുഃഖകഥ പറയുന്നു. അന്ത്യനിമിഷത്തിലും എങ്ങോ ജീവിക്കുന്ന അയാളുടെ അഭ്യുദയത്തിനാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന പോലെ പ്രധാനമാണ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നത്. ഇവിടെ പ്രാർത്ഥന ഗിരിജയോടാണ്. സന്യാസിയെ വീണ്ടും ഗൃഹസ്ഥനാക്കിയവളാണ് ഗിരിജ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് ദിവാകരൻ പറയുന്നുണ്ട്. അവൾ അമലയാണ്, അകളങ്കിതയാണ്, അനാഘ്രതയാണ് എന്നയാൾ മനസ്സിലാക്കി. വന്യഭൂമിയിൽ വഹിച്ചു പൂമണം ധന്യനായി ഹഹ വന്നണഞ്ഞു നീ തന്നലേ തഴുകിന്ന് ശങ്ക വേണ്ട എന്നെ ഞാൻ മലിനമേനിയല്ലടൂ എന്ന് നളിനി ആ പത്മിനി പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. വീണപൂവ് എഴുതുന്ന കാലം മുതൽ തന്നെ ആശാൻ്റെ മനസ്സിൽ കുടുങ്ങിക്കിടന്ന ആശയമാണ് വൈരാഗ്യമേറിയൊരു വൈദികൻ എന്ന് ഉള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. ചക്ഷുപ്രീതി, മനസ്സംഗം എന്നീ അവസ്ഥകളിലൂടെയാണ് ദിവാകരൻ്റെ യാത്ര. നിജകർമ്മനീതരാം ഏതു മാർഗം ഇയലാ വിവേകികൾ. ദിവാകരൻ എത്രയോ കാലമായി കാനനസ്ഥലികളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. നളിനി അവിടെ അടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 5 വട്ടമിക പൂത്തു കാനനം. യമിക്ക് പ്രകൃതി ലാവണ്യം ഇഷ്ടമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് ആശാൻ. എന്നുമല്ല ശുഭരമ്യ ഭൂവിവർക്കെന്നും ഉള്ള ഒരു അനവദ്യ ഭോഗമം വന്യശോഭകളിൽ അത്രയല്ല ഈ ധന്യൻ ആർന്നൊരു നിസർഗജം രസം. പ്രകൃതിയോട് പ്രത്യേക ഒരു മമതയുള്ളവനായിരുന്നു ദിവാകരൻ എന്നാണ് ആശാൻ പറഞ്ഞു വെച്ച്. എന്നുമല്ല ശുഭരമ്യ ഭൂവ് ഇവർക്ക് എന്നുമുള്ളൊരു അനവദ്യ ഭോഗമാം വന്യശോഭകളിൽ എത്രയല്ല ഈ ധന്യൻ ആർന്നൊരു നിസർഗജം രസം. ചാഞ്ഞലഞ്ഞ ചെറുദേവദാരുവും പൊയ്കയും ഒക്കെ പക്ഷെ മുൻപൊരിക്കലും ദിവാകരനെ ഇതുപോലെ ആകർഷിച്ചിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ പുതുകാഴ്ച കിട്ടിയത്? ആശാൻ മറുപടി പറയുന്നുണ്ട്. രമിക്കയിൽ എന്തിലും പ്രണയഹീന മാനസം എന്ന്. പ്രകൃതി ഭംഗിയിൽ ദിവാകരൻ രമിച്ചു എന്ന് പറഞ്ഞത് അയാളുടെ മനസ്സ് പ്രണയപൂർണമായി തീർന്നു എന്ന് വെട്ടി തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഗുരുതുല്യായ വൃദ്ധതാപസി നളിനിയെ അനുഗ്രഹിക്കുന്നത് കാമിതം വരും എന്നാണ്. അവളുടെ കാമിതം എന്താണ് എന്ന് ആ താപസിക്ക് അറിയാം. നളിനിയുടെ കഥയും അവസ്ഥയും അവളുടെ പ്രലപനങ്ങളിൽ നിന്നും നിജവൈഭവാൽ കൃത്യമായി മനസ്സിലാക്കിയവളാണ് താപസി. മഹത്തുക്കളുടെ വാക്കിന് പിന്നാലെയാണ് ഫലം വരിക. തുടർന്ന് നളിനിയുടെ ഉപബോധ മനസ്സിൽ ഗൗരിയോടരിയ പുഷ്പഹേതിതൻ വൈരിയായ വടുവിൻ സമാഗമം ആണ് ഉദിച്ചത്. തടവറയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാമനകൾ സ്വപ്നങ്ങളാവാം. അവൾ സ്വപ്നത്തിൽ കണ്ട മറ്റൊരാൾ വസിഷ്ഠപത്നിയായ അരുന്ധതിയാണ്. ഭർത്തശുശ്രൂഷയിൽ എല്ലാ സതിമാരെയും പിന്നിലാക്കിയവൾ ആണ് അരുന്ധതി എന്നാണ് പ്രശസ്തി. ഏൽക്ക നിൻ പ്രിയൻ വന്നു എന്നാണ് അരുന്ധതി അരുളി ചെയ്തത്. പ്രണയപരവശി ശുഭം നിനക്കുണരുക ഉണ്ടൊരുതിക്കൽ നിൻ പ്രിയൻ
ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക എന്ന് തന്നെയാണ്. ഈ നിമിത്തങ്ങളൊക്കെ ഒരു കാര്യം തന്നെയാണ് നളിനിയുടെ മനസ്സിൽ ഉറപ്പിച്ചത്. രതിനിത്യം ഒരാൾക്കൊരാളിലായി സ്ഥിതി ചെയ്യൽ സഖി പെണ്ണിനാണിനും അതിലും വലുതില്ലഹോ വ്രതം എന്ന് ലീലയിലും ഈ ആശയം വരുന്നുണ്ട്. നളിനി ദിവാകരന്മാർ ഒരു വൃത്തിയാർന്നു എന്ന് പറയുമ്പോൾ നളിനി ദിവാകരൻ്റെ സഹധർമ്മചാരിണി തന്നെയാണ്. വസിഷ്ഠന് അരുന്ധതിയെപ്പോലെ. ആശിയാതെ അഭീഷ്ടം വന്നത് വിധിയുടെ മറ്റൊരു വിളയാട്ടം. ജീവിത പ്രവാഹത്തിൽ എല്ലാം ഒലിച്ചു പോവും. പൂവും പുല്ലും നരനും നാരിയും ഋഷിയും ഋഷിപത്നിയും എല്ലാം. അന്തരാളഗതിയതിൽപ്പെട്ട അണുക്കൾക്ക് എവിടെ സ്വഭാഗധേയം നിർണ്ണയിക്കാനുള്ള പ്രാപ്തി? എന്നിട്ടും കാവ്യോടുപ്പിനോടുള്ള ഭക്ത്യാദരങ്ങളാൽ ആ രംഗം വിടാൻ ദിവാകരൻ ശ്രമിച്ചു. അല്പനേരം കൂടെ അവിടെ നിന്നാൽ ദാന്തിയേറ്റ് ദയനീയയായ നളിനിയുടെ അവസ്ഥ തനിക്കും വന്നു ചേരും എന്നയാൾ സംശയിച്ചിട്ടുണ്ടാവാം. ചിത്തമാം വലിയ വൈരി കീഴടക്കിയവൻ ആണെങ്കിൽ ഈ സംശയമുണ്ടാവില്ലല്ലോ. ചിന്നസ്വാമിക്ക് ആ വിശേഷണം അത്രയ്ക്കങ്ങ് ചേരില്ല എന്ന് തന്നെയാണല്ലോ അയാളുടെ തുടർന്നുള്ള പ്രവൃത്തികളിലൂടെ ആശാൻ പറഞ്ഞു വെച്ചത്. എൻ്റെ ഏകധനമങ്ങ് ജീവനങ്ങ് എൻ്റെ ഭോഗമതും എൻ്റെ മോക്ഷവും എൻ്റെ ഈശ ദൃഢമി പദാംബുജത്തിൻ്റെ സീമ ഇത് പോകിലില്ല ഞാൻ എന്ന് പറഞ്ഞ് നളിനി നമസ്കരിച്ചതോടെ നഖം പദാശ്രു അയാളുടെ പാദങ്ങളെ സ്പർശിച്ചപ്പോൾ ഉള്ളുരിയ കണ്ണുനീരിന് മുന്നിൽ ഒരു വേദാന്തത്തിനും യുക്തിചിന്തയ്ക്കും പ്രസക്തിയില്ല എന്നാണല്ലോ ആ നഖം പദാശ്രു എന്ന പ്രയോഗം ധരിപ്പിക്കുന്നത്. ആ മഹാൻ തിരികെ വന്നു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്ന ആ മഹാൻ നിർമ്മല പ്രേമമായ വലയിൽ വീണു എന്ന് തന്നെ അർത്ഥം. വീണ്ടും ഒരു ഡോസ് വേദാന്തം കൂടി പറഞ്ഞ് രക്ഷപ്പെടാൻ ദിവാകരൻ ശ്രമിച്ചതായി ആശാൻ പറയുന്നുണ്ട്. അവളെ ആശാൻ പങ്കഹീന എന്ന് വിശേഷിപ്പിച്ചു. താൻ മലിനമേനിയല്ല എന്ന് പറഞ്ഞ് തെന്നലിനോട് തന്നെ പുൽകാൻ അഭ്യർത്ഥിച്ചവളാണ് നളിനി. ദിവാകരൻ്റെ ഉപദേശങ്ങളൊന്നും നളിനിയിൽ ഒരു ഫലവും ഉളവാക്കിയില്ല എന്ന് മാത്രമല്ല അവൾ പുളകിതഗാത്രയായി എന്നും കവി പറഞ്ഞു. ജീവൻ്റെ നിസ്സാരതയെക്കുറിച്ചുള്ള ഉപദേശം കേട്ടാൽ പുളകമുണ്ടാവുമോ? ഖനനാദഹൃഷ്ടമം പൊൻകടമ്പനുടെ കൊമ്പുപോലവൾ പുളകമാർന്നു എന്നാണ് വിവരണം. ഭൂമിയെ അവന്ധിയാക്കുന്ന പ്രതിഭാസമാണ് ഖനനാദം. തനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യം ഏവർക്കും മനസ്സിലാവുന്ന മട്ടിൽ ആശാൻ തുടർന്നെഴുതി. തടത്തിൽ തിങ്ങിയ വെള്ളത്തിൻ്റെ ശക്തിയാൽ തരു ചായുന്നതുപോലെ ഉള്ളിലൊതുങ്ങാത്ത വികാരാവേഗത്താൽ നളിനിക്ക് അടിതെറ്റി. ദിവാകരൻ അവളെ താങ്ങി. അപ്പോൾ ദിവാകരനെ നിയമി എന്ന് വിശേഷിപ്പിച്ച ആശാൻ സ്വന്തമായി വികലമായ പോലെ അണഞ്ഞാണ് അയാൾ അവളെ താങ്ങിയത് എന്നും പറയുന്നുണ്ട്. ശാന്തവീജിയതിൽ പിന്നെയുള്ള ശ്ലോകങ്ങളാണ് പ്രധാനം. ശാന്തവീജിയതിൽ വീജി പോലെ സംക്രാന്തഹസ്തമുടചേർന്നു തങ്ങളിൽ കാന്തനാദമൊടു കാന്തമെന്ന പോൽ കാന്തിയോടപര കാന്തി പോലെയും ധന്യമം കരണസത്വയുഗ്മം അന്യോന്യലീനം അറിവറ്റു നിൽക്കവേ കന്യ കേവലസുഖം സമാസ്വദിച്ച അന്യദുർലഭം അലോകസംഭവം. വെറുതെ അങ്ങ് വായിച്ചു പോയാൽ പോരാ. ആ ശ്ലോകത്തിൽ ഓരോ വാക്കും ആശാൻ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശാന്തവീജിയതിൽ വീജി പോലെ സംക്രാന്തഹസ്തം ഉടൽ ചേർന്നു തങ്ങളിൽ എന്ന് തന്നെയാണ്. കാന്തനാദമോട് കാന്തമെന്ന പോലെയും കാന്തിയോട് അപരകാന്തി പോലെയും ധന്യമം കരണസത്വയുഗ്മം അന്യോന്യലീനം അറിവറ്റു നിൽക്കവേ കന്യ കേവലസുഖം സമാസ്വദിച്ചു അന്യദുർലഭം അലോകസംഭവം എന്നാണ്. കേവലസുഖം സമാസ്വദിച്ചവളെ ധന്യ എന്നല്ല കന്യ എന്നാണ് ആശാൻ വിശേഷിപ്പിച്ചത്. കരണസത്വയുഗ്മം അന്യോന്യം ലീനമായി സംക്രാന്തഹസ്തമുടൽ ചേർന്ന് കന്യ ആസ്വദിച്ച ആ കേവല സുഖം എന്തായിരുന്നു എന്ന് ഇനി ആരെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. കാവ്യുടുപ്പിൻ്റെയും യോഗദണ്ഡിൻ്റെയും കാരക്കോലിന് കീഴ്പ്പെടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പഴയ മണിപ്രവാള കവി ഈ സമാനമായ രംഗം വർണ്ണിച്ചൊരു ശ്ലോകം നിങ്ങൾക്ക് ലീലാതിലകത്തിൽ നിന്ന് കിട്ടും. പുൽകിക്കൊണ്ടാളുറക്കെ പുനരഭി മണിവാ നൽകിനാൾ മെല്ലെ മെല്ലെ കാമക്കൂത്തിനണഞ്ഞാൾ മദനപരവശ കാന്ത കൈമൈ മറന്നാൾ വീർത്താൾ ഒട്ടേ വിയർത്താൾ വിവശമരുതടു എന്നെ വിയ്യന്നിരുന്നാൾ
എന്മാറിൽ പൊന്നു വീണ പുരികുഴലകമേ മാഴിനാൾ ഉണ്ണിനങ്ങ എന്ന്. വായു വിരമിച്ച് കേതുകൾ താണുപറ്റിയ പതാക പോലെയാണ് നളിനി ദിവാകരൻ്റെ മാറിൽ വീണത്. ഉപദേശം കേട്ടാൽ തളർച്ചയുണ്ടാവും എന്നാണ് ആശാൻ പറയുന്നത് എന്നാണ് നിങ്ങളുടെ വ്യാഖ്യാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഉപദേശം കേട്ട ഉടൻ മോക്ഷം നേടിയ നീ ധന്യയാണ്. അവിടെ ധന്യ എന്നാണ്, കന്യ എന്നല്ല ആശാൻ പ്രയോഗിച്ച പദം. സന്തതം മിഹിരൻ ആത്മശോഭയും എന്ന ശ്ലോകത്തിൽ കാണുന്നതും ധന്യ എന്ന പദം തന്നെയാണ് എന്നോർക്കുക. ദിവാകരൻ കുറച്ചുകൂടിയൊക്കെ വേദാന്തം പറയുന്നുണ്ട്. മോക്ഷപ്രാപ്തിയുടെ ആദ്യ ചുവട് മനസ്സിൻ്റെ അടക്കമാണ് എന്ന കാര്യം ക്ഷുബ്ധമാനസനായ ദിവാകരൻ ഓർക്കാഞ്ഞത് സ്വാഭാവികം, സഹതാപാർഹമാണെങ്കിലും. തന്നെ വിശ്വസിക്കാൻ പറയുന്ന വാക്കുകൾക്കിടയിൽ ശൈശവത്തിൽ നിന്റെ ഭൂരിയായ ഗുണം ഞാൻ അറിഞ്ഞില്ല, കോരകത്തിൽ മധുപോലെയായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നയാൾ പറഞ്ഞു പോകുന്നുണ്ട്. തീർന്നില്ല. ചിരസമാഗമം സ്വയം തന്ന ദൈവഗതിയെ തൊഴുന്നു ഞാൻ എന്നും പറഞ്ഞു പോകുന്നുണ്ട്. ഒരു മാത്ര ഉത്സ്തോമം അറ്റ ആ യതി പിന്നെ നിജയമം വീണ്ടെടുത്തു. മനസ്സിൻ്റെ സ്ഥൈര്യം വീണ്ടെടുത്തു എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥൈര്യം നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് എന്ന് വ്യക്തം. അചഞ്ചലയായ ഭൂമി പോലും ചിലപ്പോൾ ചലിക്കും എന്നൊരർത്ഥാന്തരന്യാസത്താൽ തനിക്ക് നിയന്ത്രണം വിട്ടുപോയ അവസ്ഥയെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദിവാകരൻ. പാവം. നളിനി ദിവാകരനുമായി ശാരീരികമായി തന്നെ ബന്ധപ്പെട്ടു എന്ന് ഇനിയും സമ്മതിക്കാൻ തയ്യാറാത്തവർ ഉണ്ടാവാം. അവർക്കായി ആശാൻ ഇത്ര കൂടി എഴുതിയിട്ടുണ്ട്. പണ്ട് അവളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച തപസ്വിനി പഞ്ചവൃത്തികളടക്കി അന്വഹം 5 കൊല്ലം തപസ് ചെയ്തിട്ടും ഉടല് വീഴുവോളം തുടരുന്ന വാസനാബന്ധ വൈഭവത്തിൽ നിന്നും മുക്തയാകാത്ത നളിനിയുടെ ഉടൽ ശാന്തിബിംബത്തിൽ നിന്നും ഗളിത സുഷമമാം നിർമാല്യമാദ്യം പോലെയാണ് ദിവാകരൻ്റെ മേനിയിൽ നിന്നും എടുത്തു മാറ്റിയത്. ദേവൻ്റെ സ്വീകരണത്തിന് സമർപ്പിക്കുന്നതാണ് നൈവേദ്യം. സ്വീകരിച്ച ശേഷം വരുന്ന ഉച്ഛിഷ്ടമാണ് നിർമാല്യം. ഇനി ഈ നിർമാല്യത്തിൻ്റെ അവസ്ഥയോ, അത് വന്യേഭാസ്തഗളിതം വിസപുഷ്പതുല്യം ആയി. കാട്ടിൽ അലഞ്ഞിരുന്ന കൊമ്പനാന തുമ്പിക്കൈയാൽ ചുറ്റി കശക്കിയ നളിനം. കാവ്യാരംഭത്തിൽ ദിവാകരനെ ഏതിനും പോന്നവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ഒരു ദിവസം രാവിലെയാണ് നളിനി ദിവാകരന്മാർ കണ്ടുമുട്ടുന്നത്. വൈകുന്നേരമാണ് നളിനിയുടെ മരണം. ഒരു പകൽ മുഴുവനും നീണ്ടു നിന്ന ഉപദേശത്തിൻ്റെ ഫലമാണ് ഫലമായിട്ടാണ് നളിനി നിർവ്വാണം പ്രാപിച്ചത് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതാവാം. ആശാനെ പോലെയുള്ള അസാധാരണനായൊരു കവിയുടെ ഇഴയെടുപ്പമുള്ള ശ്ലോകങ്ങൾ പരാവർത്തനം ചെയ്ത് അത് വായിച്ച് രസിക്കാം. എന്നാൽ വാക്കുകൾക്കിടയിൽ നക്ഷത്രദീപ്തി ഒളിപ്പിച്ച ഒരു മഹാകവിയുടെ രചന അങ്ങനെയാണോ വായിക്കേണ്ടത്? ആശാൻ കാൽപ്പനികതയുടെ ശുക്രനക്ഷത്രമായിരുന്നു, അതേസമയം ഉദാത്ത കാവ്യപാരമ്പര്യത്തിൻ്റെ തുടർച്ചയും. അതുകൊണ്ടാണ് ആശാൻ കവിതയെക്കുറിച്ചുള്ള ഏതു തർക്കവും പ്രധാനമാകുന്നത്. ആശാൻ കവിതകളെക്കുറിച്ചുള്ള പഠനം അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളുടെ സവിശേഷ പഠനമാകുന്നതും അതുകൊണ്ടാണ്. അടുത്ത ഖണ്ഡകാവ്യം ലീലയാണ്. മഹാകവിയുടെ ഏറ്റവും മികച്ച രചനയാണ് ലീല എന്നാണ് ചിലർ പറയുന്നത്. പ്രസിദ്ധമായ പേർഷ്യൻ കവിത ലൈല മജ്നുവിൻ്റെ സ്വാധീനം കൃതിയിൽ പ്രകടമാണ്. ലൈല മജ്നുവിനെ ആസ്പദമാക്കിയ ഒരു കുറിപ്പും ഒരു ചിത്രവും ഒരിക്കൽ കണ്ട ഓർമ്മയിൽ നിന്നാണ് കാവ്യരചന എന്ന് ആശാൻ പറയുന്നുണ്ട്. ആ പേർഷ്യൻ കഥ പൂർണ്ണമായി വായിക്കാൻ അവസരം ലഭിച്ചില്ല എന്നും, അതായത് ലീല മിക്കവാറും ആശാൻ്റെ സ്വതന്ത്ര കൃതി തന്നെയാണ്. ലീല എന്ന നായികയ്ക്ക് നിസ്വനായ മദനെ വിവാഹം കഴിക്കാനായില്ല. അച്ഛൻ നിശ്ചയിച്ചുറപ്പിച്ച പുരുഷൻ്റെ ഭാര്യയായി അയാൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി മരിച്ചു. അവൾ പ്രതിഗൃഹത്തിലേക്ക് മടങ്ങി. അച്ഛനമ്മ മരിച്ചു എന്നും മദനൻ നാടുവിട്ടുപോയി എന്നും മനസ്സിലാക്കിയ ലീല മദനെ തേടി അലഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല. അവസാനം ലീലയുടെ തോഴി മദനെ കണ്ടെത്തി. ലീലയെ അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എങ്കിലും മദനൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അയാളെ പിന്തുടർന്ന ലീലയും ജീവനൊടുക്കി. തോഴിയായ മാധവിയാകട്ടെ സന്യാസിനിയായി. ഈ അസ്ഥികൂടത്തിനുപരിയാണ്
അതിമനോഹരമായൊരു കാവ്യം ആശാൻ മെനഞ്ഞെടുത്തത്. രചനയുടെ ചാരുതയെപ്പറ്റി പിന്നീട് വിശദമായി പറയാം. ഇപ്പോൾ ആ കാവ്യത്തെ തുടർന്നുണ്ടായ ഒരു ചർച്ച നമുക്ക് പരിശോധിക്കാം. ലീലാകാവ്യം വായിച്ച് അതിൻ്റെ രചന അത്രത്തോളം മികച്ചതല്ല എന്ന് വള്ളത്തോൾ എഴുതുകയുണ്ടായി. പ്രിയനെക്കുറിച്ചുള്ള ചിന്ത ഒരു ഭാഗത്ത്, മനസ്സിന് ഇണങ്ങാത്ത ഭർത്താവിനൊപ്പമുള്ള താമസത്തിൻ്റെ വിരസത മറുഭാഗത്ത്. വല്ലാത്ത ആത്മസംഘർഷമാണ് ലീല അനുഭവിച്ചത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ലീല ഭർത്താവിനെ വധിച്ചു എന്ന പ്രതീതി ഉളവാകുന്നു എന്ന് വായനക്കാരൻ സംശയിച്ചേക്കാം. ഇതാണ് വള്ളത്തോൾ പറഞ്ഞു വെച്ച്. വള്ളത്തോളിൻ്റെ ആരോപണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. 1. ആശാൻ്റെ ഭാഷ ശ്രവണസുഖപ്രദമല്ല. 200-ലധികം ശ്ലോകങ്ങളിൽ കേൾക്കാൻ സുഖമുള്ളത് 8-10 മാത്രം. 2. പ്രൗഢ സംസ്കൃത പദങ്ങൾക്കൊപ്പം തനി മലയാള പദങ്ങളും അദ്ദേഹം കൂട്ടിക്കലർത്തുന്നുണ്ട്. 3. ശ്ലോകത്തിൽ പദങ്ങൾ എവിടെ ഉപയോഗിച്ചാലും അന്വയിച്ച് അർത്ഥം പറയുന്ന സംസ്കൃത രീതി മലയാളത്തിന് ചേർന്നതല്ല. അതുമല്ല എന്നതിന് അല്ലതും, വാടി വലഞ്ഞാൾ എന്നതിന് വാടി പെൺകൊടി അനുവാസരം വലഞ്ഞാൾ എന്നുമൊക്കെ പ്രയോഗിക്കുന്നത് ശരിയല്ല. സന്ധികാര്യങ്ങളിൽ പല പിഴവുകളും വന്നിട്ടുണ്ട്. ഇത് പ്രാദേശികത കൊണ്ട് സംഭവിച്ചാവാം എന്ന് വള്ളത്തോൾ സമ്മതിക്കുന്നുണ്ട്. അപശബ്ദങ്ങൾ, വ്യാകരണ സാധുതയില്ലാത്ത പ്രയോഗങ്ങൾ, അങ്ങനെ പലതും വള്ളത്തോൾ എടുത്തു പറയുന്നുണ്ട്. കൃതി കൂടുതൽ നന്നാക്കാമായിരുന്നു. വള്ളത്തോൾ ചൂണ്ടിക്കാണിച്ച ഈ ഭാഷാപരമായ ന്യൂനതകൾക്കൊന്നും ആശാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. ലീല ഭർത്താവിനെ വധിച്ചു എന്ന പ്രതീതി ഉണ്ടാവാം എന്ന് വള്ളത്തോൾ പറഞ്ഞു. എന്നാൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം കുട്ടികൃഷ്ണമാരാർ ഒരു കഥാപാത്രം പ്രതിക്കൂട്ടിൽ എന്ന ലേഖനത്തിൽ ലീല ഭർതൃഘാതകിയാണ് എന്ന് വാദിച്ചുറപ്പിച്ചു. തലശ്ശേരിയിൽ നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തിലാണ് മാരാർ ഈ അഭിപ്രായം ആദ്യം പറഞ്ഞത്. പിന്നീട് അതൊരു ലേഖന രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. വള്ളത്തോൾ സൂചിപ്പിച്ചത് ലീല 2 മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് എന്ന് തോന്നും എന്നത്രേ. ഒന്ന് മദനൻ്റേത്, മറ്റൊന്ന് അവളുടെ അച്ഛൻ്റേത്. മകളുടെ വേർപാടും ദുഃഖവും കൊണ്ടുള്ള ആധിയം മൂലമാണല്ലോ അയാൾ മരിച്ചത്. മാരാരെ എതിർത്ത പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ വള്ളത്തോളിൻ്റെ ആരോപണത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയത് 2 മരണത്തിനല്ല 3 മരണത്തിന് ഉത്തരവാദിയാണ് എന്ന് പറയണം. കാരണം അവളുടെ അമ്മ സതി അനുഷ്ഠിക്കുകയുണ്ടായല്ലോ. നമുക്ക് മാരാരുടെ ഇഴയെടുപ്പമുള്ള വാദങ്ങളിലേക്ക് കടക്കാം. മാരാർ എഴുതുന്നു, ഇതിവൃത്ത രചനയിൽ കഥാപാത്രങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചു വിടുന്നതും കലാധർമാസനത്തിന് മുന്നിൽ കൊലപാതകം പോലെ ഗർഹണീയം തന്നെയാണ്. ഒരു കഥാപാത്രത്തെ എന്ത് ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ അയാളെ കൊല്ലുക എന്നുള്ളത് കലയുടെ മുമ്പിൽ നിന്ദ്യമായ രീതി തന്നെയാണ്. നായികയെ വിവാഹം ചെയ്തു കൊടുത്ത ശേഷം നായിക പിതാവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല എങ്കിലും ഒരാൾക്കും ആവലാതി ഉണ്ടാവില്ല. എങ്കിലും അയാളുടെ സ്വാഭാവിക മരണം കൂടി കുറിച്ചു എന്ന് വിചാരിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ അതുപോലെയല്ല ലീലയുടെ ഭർത്താവിൻ്റെ മരണം. ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് അയച്ച ശേഷം കണ്ണുവിനെപ്പറ്റി കാളിദാസനൊന്നും പറയുന്നില്ല എന്ന ഉദാഹരണം വേണമെങ്കിൽ മാരാർക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. കഥ, ഇതിവൃത്തം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മാരാർ എടുത്തു പറയുന്നുണ്ട്. കഥയിൽ പൗർവാപര്യ ബന്ധം മതി. ഒരു സംഭവം കഴിഞ്ഞാൽ മറ്റൊരു സംഭവം, അത്രയും മതി. കഥയിൽ പൗർവാപര്യ ബന്ധം മതി. പക്ഷേ ഇതിവൃത്തത്തിൽ കാര്യകാരണ ബന്ധം കൂടി വേണം. അദ്ദേഹം പറയുന്ന വിശദീകരണം ഇതാണ്: രാജാവ് മരിച്ചു, രാജ്ഞിയുടെ മുടി നരച്ചു. കഥയ്ക്കത് മതി. ഇതിവൃത്തമാകുമ്പോൾ രാജാവ് മരിച്ചു, ആ ദുഃഖത്താൽ രാജ്ഞിയുടെ മുടി നരച്ചു എന്ന് വേണം, ഏകാഗ്രതയ്ക്കും ഭാവരൂപ ഭദ്രതയ്ക്കും. വളരെ യുക്തിഭദ്രമാണ് മാരാരുടെ വാദം. ലീലയ്ക്ക് ഭർത്താവിനെ ഇഷ്ടമല്ല. വിധിവശാൽ അയാൾ മരിച്ചു, കഥയായി. ഇതിവൃത്തമായില്ല. മാരാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. മാരാർ വളരെ പരിഹാസപൂർവ്വമാണ് പിന്നീട് അത് പറയുന്നത്. ഇന്ദുലേഖയെ മാധവന് കൊടുക്കുന്നത് പഞ്ചുമേനോന് ഇഷ്ടമല്ല. പെട്ടെന്നൊരു നാൾ പഞ്ചുമേനോൻ മരിക്കുന്നു. ആശാൻ പറയുന്നുണ്ട്, ജന്തുവിന് ആ വിവൃത കവാട അനാരതം മൃതി എന്ന്. തുടർന്ന് ഇന്ദുലേഖ മാധവനെ വിവാഹം ചെയ്തു. ഇനി മറ്റൊരു സാധ്യത, ഇന്ദുലേഖയെ
പഞ്ചുമേനോൻ സൂര്യ നമ്പൂതിരിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യ രാത്രി സൂര്യ നമ്പൂതിരി മരിക്കുന്നു. വിവൃത കവാട അനാരതം മൃതി തന്നെയാണ്. അപ്പോൾ പഞ്ചുമേനോൻ ഇന്ദുലേഖയെ മാധവന് നൽകി. ഇനിയും ഒരു സാധ്യതയുണ്ട്. ഇന്ദുലേഖ സൂര്യയെ വിവാഹം കഴിച്ചു, കുട്ടികൾ പിറന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് സൂര്യ മരിച്ചപ്പോൾ മാധവൻ ഇന്ദുലേഖയെ വിവാഹം ചെയ്തു. ഇന്ദുലേഖ മാധവ ബന്ധത്തിൻ്റെ പ്രതിബന്ധനാശം ഈ മട്ടിലൊക്കെ ആവാം. എന്നാൽ അപ്പോഴൊക്കെ നായികയെ സ്വതന്ത്രയാക്കാൻ ഗ്രന്ഥകാരൻ കൊല നടത്തിയതായി തോന്നും. ഇത്തരം മരണങ്ങളെപ്പറ്റി പറയുമ്പോൾ ആളുകൾ അതിനുള്ള കാരണവും പറയാറുണ്ട്. ഹൃദയസ്തംഭനം കൊണ്ട്, തട്ടി വീണിട്ട്, ചെവിയിൽ പഴുതാര കയറിയിട്ട്, വെറ്റിലപ്പാമ്പ് മൂലം എന്നൊക്കെ. ആശാൻ ഒരു കാരണവും പറയുന്നില്ല. കാരണമില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ വായനക്കാർ കണ്ടെത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടുമാവാം. ലീല ഭർതൃഘാതിനിയല്ല എന്ന് കരുതുന്നവരുടെ മറ്റൊരു വാദം കുറച്ചുകൂടി വിചിത്രമാണ്. ലീലയുടെ വിവാഹാദി കാര്യങ്ങൾ ഒന്നും പ്രസക്തമല്ല. അവ മുൻപൊക്കെ കഴിഞ്ഞവയാണ്, മുൻപെപ്പോഴോ കഴിഞ്ഞതാണ്. മദന അന്വേഷണമാണ് പ്രധാനം. ലീലയുടെ ഭർത്താവിൻ്റെ പേര് പോലും ആശാൻ പറയുന്നില്ല. അയാൾ അപ്രധാന കഥാപാത്രമാണ്. അതിനാൽ ആ മരണവും അപ്രധാനം ആണ്. പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടൊരു കഥാപാത്രം അപ്രധാനമാകുന്നു. മേഘസന്ദേശത്തിൽ നായകൻ്റെ പേരില്ലല്ലോ. മാരാർ ഇതിന് മറുപടി പറയുന്നുണ്ട്. അപ്രധാന കഥാപാത്രങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നത് നല്ല എഴുത്തിൻ്റെ വഴിയല്ല. ലീലയുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നത് സത്യം. മേഘസന്ദേശത്തിൽ യക്ഷൻ്റെ പേര് കാളിദാസൻ പറഞ്ഞിട്ടില്ല എന്നതിനാൽ അയാൾ അപ്രധാന കഥാപാത്രമാകുന്നു. ഒരു കാര്യം കൂടെ സന്ദർഭത്തിൽ ചോദിക്കട്ടെ. നളിനിയിലെ നായകൻ്റെ പേരും ആശാൻ പറഞ്ഞിട്ടില്ല. ദിവാകരൻ എന്ന് നമ്മൾ ഊഹിക്കുകയാണ് ഉണ്ടായത്. ഒരാൾ നളിനിയിലെ നായകൻ രവിയാണ് എന്ന് പറഞ്ഞാലോ? ഉൽഫുല്ല വാല രവി പോലെ എന്നൊരു പ്രയോഗമുണ്ട് താനും. രവിയും ദിവാകരനും താമരയുടെ കാമുകന്മാരാണല്ലോ. ലീല എന്തുകൊണ്ട് തൻ്റെ പ്രണയം സ്വപിതാവിനെ അറിയിച്ചില്ല? മാരാർ ഇതിന് തൻ്റേതായ മറുപടി കണ്ടെത്തുന്നുണ്ട്. ഗുരുജനവചനം, കുലക്രമം, തരുണികൾ തന്നെ അസ്വതന്ത്രത, ഇവയെ ഒട്ടാകെ മറികടക്കാൻ പറ്റിയ മട്ടിൽ അത്ര തീവ്രം ആയിരുന്നില്ല ലീലയുടെ അനുരാഗം ആദ്യഘട്ടത്തിൽ. യൗവനാരംഭത്തിൽ പലർക്കും ഇത്തരം മോഹങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒരു ഇണയിൽ ആശ തോന്നുക യൗവനാരംഭത്തിൽ സ്വാഭാവികമാണ്. പുതിയൊരു സാഹചര്യം സംജാതമാകുമ്പോൾ പലരും അതിന് ഇണങ്ങിപ്പോവും. ചിലരിൽ ആദ്യാനുരാഗം ഒരു മുറിവായി ഏറെക്കാലം നിലനിൽക്കും. പിന്നെ അതിൻ്റെ തീവ്രത കുറയും. കൊതിച്ചത് കിട്ടിയില്ല, പിന്നെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടും, ഒക്കെ ഓർക്കുകിൽ നിറവേറുകയില്ല കാമിതം, കുറയും ഹാസഖി ഭാഗ്യശാലികൾ. ലീലയുടെ ഭർത്താവിനാകട്ടെ അവളുടെ അനുരാഗകഥ അറിയുമായിരുന്നില്ല. പത്നിയെ ലാളിച്ചു വശീകരിക്കാം എന്നാണ് ആ ധനികൻ കരുതിയത്. അയാളെ വിലാസി എന്നാണ് ആശാൻ വിശേഷിപ്പിച്ചത്. ഭുവനമണിവിളക്കായ ലീലയും ദുഃഖമൊതുക്കി മാന്യയായി ജീവിക്കാം എന്ന് തന്നെ കരുതിയിട്ടുണ്ടാവാം. വിധവയായ ശേഷമുള്ള അവളുടെ ചിന്ത സൂക്ഷിച്ചു പഠിച്ചു വെച്ചാൽ ഇത് വ്യക്തമാവും എന്ന് മാരാർ പറയുന്നത് സത്യമാണ്. പരമരിയ കിനാവില ഫലം പറകമനഖക നീ ഭുജിക്കുമോ, ഒരു രസം അത് നോക്കി ഏതിൽ നീ മരുവിയതാക്കനി വീണുപോയിതേ. മാരാർ എഴുതുന്നു. ആ അനഭീഷ്ടപതിയോടുകൂടി സാമുദായിക ജീവിതവും മദനസ്വപ്നങ്ങളാൽ മാനസിക ജീവിതവും കഴിച്ചുകൂട്ടാമെന്നായിരുന്നു അവളുടെ നില എന്നൊരർത്ഥം ഇതിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ടല്ലോ. മാരാർ എടുത്തു പറഞ്ഞില്ലെങ്കിലും ആശാൻ്റെ നായികമാർ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സാമീപ്യത്തിനായി മറ്റെല്ലാ സ്നേഹബന്ധങ്ങളും തകർക്കാൻ മടിയില്ലാത്തവരാണ് എന്ന് നമ്മൾ ഓർക്കണം. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമം മധുകുതിച്ച വണ്ടിനും ചന്തമാർന്ന അരുളി നിൽക്കും ഓമലെ ഹന്തധന്യമിക നിൻ്റെ ജീവിതം എന്ന് നളിനിയിൽ നമ്മൾ വായിച്ചു. വിവാഹിതയായ ലീലയെപ്പറ്റിയും ആശാൻ തന്നോട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഏറെക്കാലം കഴിഞ്ഞ് നെഞ്ചു കീറി നേരിനെ കാട്ടുന്ന ഒരു കവി എഴുതി. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്ക് ഒരുവേ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു എന്നാണ്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഒരുവേ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു. ഭർത്താവിനൊത്ത് താമസിക്കുമ്പോഴും അവളുടെ മനസ്സ്
മദനിലായിരുന്നു. മനസ്സുമാർ മനസ്സ് ഒഴിവതശയ്ക്കും ഒരാളിൽ ഊന്നിയെന്നാൽ തൻ്റെ വൈവാഹിക ജീവിതം ലീല സഹിക്കുകയായിരുന്നു. ഭാര്യയുടെ അനുരാഗകഥ അറിയാത്തവനും മുഗ്ധവശീകരണ കലയിൽ വിദഗ്ധനും സുഭഗനും ആയ ഭർത്താവിന് അവളുടെ ഉടൽ മാത്രമേ കിട്ടിയുള്ളൂ. അനുരാഗകഥ അറിയാത്തതുകൊണ്ട് അയാൾ തൃപ്തനായി, സ്വയം അഭിമാനകൃതാർത്ഥനായി എന്നാണ്. സ്വയം അഭിമാനകൃതാർത്ഥനായി എന്നാണ് ആശാൻ്റെ പ്രയോഗം. കൊതിച്ചത് കിട്ടിയില്ല എന്ന സത്യം ഉൾക്കൊണ്ട ലീല ആദ്യം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ മദനെ മറക്കുക അസാധ്യം. ഘടന പതിവിലാസി ചെയ്കിലും പിടമൃഗനേത്ര കൃപാദ്രയാകിലും സ്ഫുടമകമലിയാതെ മേവിനാൾ തടശില പോലെ തരംഗലീലയിൽ. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് ആശാൻ എഴുതുന്നത്. ഘടന പതിവിലാസി ചെയ്കിലും പിടമൃഗനേത്ര കൃപാർദ്രയാകിലും സ്ഫുടം അകമലിയാതെ മേവിനാൾ തടശില പോലെ തരംഗലീലയിൽ. ഘടന, വിലാസി, ലീല എന്നീ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിലാസിയായ യുവാവ് പത്നിയുമായി നടത്തിയ വീഴ്ചയാണ് ഘടന, ലീല എന്നീ പദങ്ങൾ അർത്ഥമാക്കുന്നത്. അതിൽ അയാൾ അഭിമാനകൃതാർത്ഥനാവുകയും ചെയ്തു. പക്ഷെ അവളുടെ മനസ്സ് ഈ മാരകേളികളിൽ അലിഞ്ഞില്ല. അവളെ സംബന്ധിച്ച് അതൊരു യാന്ത്രിക പ്രക്രിയ മാത്രം ആയിരുന്നു. ദിനവും അതുകണക്ക മാസവും പുനരഥ പോയി അതിദീർഘമബ്ദവും ഗുണവതി അവൾ നിന്നു നിഷ്ഠയിൽ പ്രണയജമാം അഴലിത്തി കാഷ്ഠയിൽ എന്നാണ്. അങ്ങനെ അതൃപ്തിയുടെ പാരമ്യത്തിലെത്തിയ ലീലയ്ക്ക് മുമ്പിൽ 3 വഴികളേ ഉള്ളൂ. ഒന്ന്, എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. അതുമല്ലെങ്കിൽ തൻ്റെ പൊറുതികേടിന് കാരണക്കാരനായ ഭർത്താവിനെ ഇല്ലാതാവുക. ആദ്യത്തത് രണ്ടുമല്ല അവൾ തിരഞ്ഞെടുത്തത്. ഈ പശ്ചാത്തലത്തിലാണ് ആശാൻ എഴുതിയ വരികൾ വായിക്കേണ്ടത്. അവളുടെ ശയനീയശായിയാം അവനൊരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി. ഇതിലെ ശയനീയശായി, ഒപ്പം കിടന്നവൻ എന്ന വിശേഷണം ബോധപൂർവം പ്രയോഗിച്ചതാണ്. മാരാരുടെ വാദങ്ങൾ ഒന്നൊന്നായി ഖണ്ഡിക്കാൻ പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട്. ലീലയുടെ അനുരാഗകഥ അവളുടെ അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തിടുക്കത്തിൽ മറുനാട്ടിൽ വെച്ച് അവളുടെ വിവാഹം നടത്തിയത് എന്നാണ് ഒരു വാദം. മകളുടെ അനുരാഗത്തെപ്പറ്റി അച്ഛന് നിശ്ചയമുണ്ടായിരുന്നില്ല എന്ന വള്ളത്തോളിൻ്റെ ശങ്ക അസ്ഥാനത്താണ് എന്ന് പ്രൊഫസർ പറയുന്നു. അനുരാഗകഥ അച്ഛനെ അറിയിച്ചാൽ ഒരു പക്ഷേ അച്ഛൻ അനുമതി തന്നേക്കുമെന്ന പ്രതീക്ഷയിൽ ലീലയ്ക്ക് ശ്രമിക്കാമായിരുന്നു. അതവൾ ചെയ്തില്ല എന്ന മാരാരുടെ വാദത്തിന് നിലനിൽപ്പില്ല എന്നാണ് പ്രൊഫസറുടെ നിലപാട്. എന്നാൽ കരിമ്പുഴയുടെ ഈ കണ്ടെത്തൽ ശരിയല്ല. 32-ാം ശ്ലോകത്തിൽ ലീലയുടെ അച്ഛനായ വർത്തകൻ മകളുടെ മുഖത്ത് കണ്ട ഖേദം തന്നെ പിരിയേണ്ടി വരുന്നതിലെ വിഷമം കൊണ്ടാണ് എന്ന് ആശ്വസിച്ചു എന്ന് ആശാൻ എഴുതി. അനുരാഗകഥ അറിയുമായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവാനിടയില്ലല്ലോ. മദനൻ സമ്പന്നനല്ലാത്തതുകൊണ്ടാണ് തടസ്സം എന്ന ശങ്ക വള്ളത്തോളിനും മാരാർക്കുമുണ്ട്. അയാൾക്ക് സ്ത്രീധനമായി ഒരുപാട് സ്വത്ത് നൽകി ആ കുറവ് പരിഹരിക്കാമായിരുന്നു എന്ന വള്ളത്തോളിൻ്റെ വാദം സ്വീകാര്യമല്ല. നിർധന് പണം നൽകി സമ്പന്നനാക്കി ജാമാതാവാക്കുന്ന രീതി നാട്ടുനടപ്പല്ല. പണക്കാരൻ്റെ മകളെ പണക്കാരന് സ്ത്രീധനത്തോടൊപ്പം നൽകുക എന്നതാണ് നാട്ടുനടപ്പ്. സുതയിൽ അകമൊഴിഞ്ഞു നൽപതിക്ക് അതിഗുണിതം ധനമേകിപ്പോൾ ധനി നദി വഴി ഉദധിക്കുമേകുമിങ്ങ് ഉദകസമൃദ്ധി ഘനാട്യമം ഗിരി എന്നാണ്. മേഘാവൃതമായ പർവ്വതം നദി വഴിക്ക് സമുദ്രത്തിന് വീണ്ടും ജലം നൽകുന്നത് പോലെ എന്നാണ് സ്ത്രീധനദാനത്തെ ആശാൻ വർണ്ണിച്ചത്. ഘടനപതി വിലാസി ചെയ്കിലും എന്ന് നമ്മൾ ഉദ്ധരിച്ച ശ്ലോകം. ആ ശ്ലോകത്തിലെ ഘടന എന്ന പദത്തിന് അടുത്തുകൂടൽ, വീഴ്ച, അനുരഞ്ജനം എന്നൊക്കെയാണ് അർത്ഥം. അതിന് സംഭോഗം എന്ന അർത്ഥകൽപ്പന പാടില്ല എന്നാണ് കരിമ്പുഴയുടെ വാദം. കാവ്യത്തിൽ നായികയെ ഗുണവതി, സതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാമുകനായ മദനനിൽ അനുരാഗവായ്പയോടെ അവൾ ഭർത്താവുമായി രമിക്കുമോ? കരിമ്പുഴ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പതിയെ ആശാൻ വിലാസി എന്ന് വിശേഷിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. മറ്റൊരവസരത്തിൽ ആ നിർഭാഗ്യവാനായ ഭർത്താവിനെ സുഭഗൻ എന്നാണ് കവി വിളിച്ചത്. ഭാര്യ തനിക്ക് വശകയാണ്
എന്ന് ഊറ്റം കൊള്ളുന്ന അയാൾക്ക് കിട്ടിയത് അവളുടെ ഉടൽ മാത്രം ആണ്. ഭർത്താവിന് ശാരീരികമായി മാത്രം അവൾ വഴങ്ങി എന്ന മാരാരുടെ വാദത്തെ തകർക്കാൻ കരിമ്പുഴയുടെ യുക്തികൾക്ക് കരുത്തില്ല. തരംഗലീലയിൽ അലിയാത്ത തടശില പോലെ കാമക്രീഡയിൽ മനസ്സലിയാതെ അവൾ മരുവി എന്ന് തന്നെയാണ് അർത്ഥം. അവൾ ചാരിത്രം രക്ഷിച്ചുകൊണ്ട് 1 കൊല്ലം സഹവാസം നടത്തി എന്ന വ്യാഖ്യാനം പ്രൊഫസർ കരിമ്പുഴയുടെ ആഗ്രഹപ്രകടനം മാത്രമായി തോന്നുന്നു. പതിയെ അനുസരിച്ചു പുണ്യവും സതികൾ വെറുന്ന സമഞ്ജസൗഖ്യവും വിധവ വിധയ വക്രശീല ഈ വിധമിക വാഴുകയായി പാപം ഞാൻ. ഇതിലെ പാപശബ്ദം പാതകം ചെയ്തവൾ എന്ന അർത്ഥത്തോളം മാരാർ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചത് ശരിയല്ല എന്നും കരിമ്പുഴ വാദിക്കുന്നുണ്ട്. കുട്ടി മരിച്ച അമ്മ ഞാൻ പാപം ചെയ്തവളാണ് എന്ന് കരച്ചിലിനിടയിൽ പറഞ്ഞാൽ അമ്മ കുട്ടിയെ കൊന്നു എന്നാണോ ആളുകൾ ധരിക്കുക എന്ന കരിമ്പുഴയുടെ ചോദ്യം ശരി തന്നെയാണ്. ആ പ്രയോഗം കൊണ്ട് പക്ഷേ ലീലയെ രക്ഷിച്ചെടുക്കാനാവില്ല. വിധയ വക്രശീല എന്നീ 2 വിശേഷണങ്ങളും ഈ ശ്ലോകം ലീലയുടെ പശ്ചാത്താപത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് കരിമ്പുഴ പറയുന്നത്. വിവാഹാനന്തരം അവൾ നടത്തിയ സത്യാഗ്രഹം ആദ്യമേ നടത്തിയിരുന്നു എങ്കിൽ നിരപരാധിയായ ആ യുവാവിനെ രക്ഷിക്കാമായിരുന്നു എന്ന ചിന്തയാണത്രേ ലീലയെ പശ്ചാത്താപ വിവശയാക്കിയത്. ഭർത്താവിൻ്റെ യാതനകൾക്ക് താൻ ഒരു തരത്തിലും ഉത്തരവാദിയാണല്ലോ എന്ന ചിന്തയും പശ്ചാത്താപ ഹേതുവായി കരിമ്പുഴ കാണുന്നുണ്ട്. മാരാരെ എതിർക്കുന്നതിനിടയിൽ കരിമ്പുഴ ഒരു വാചകം എഴുതുന്നുണ്ട്. കവിഹൃദയത്തെ മാനിക്കാതെ കുറേ അർത്ഥം പറയാം, എന്നാൽ അത് സഹൃദയന് ഭൂഷണമാണോ? ഈ ചോദ്യം മാരാരോടല്ല തന്നോട് തന്നെയാണ് അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് എന്ന് മാത്രം പറയട്ടെ. ഭർത്താവിനൊപ്പം മരിക്കുക, സതി അനുഷ്ഠിക്കുക, അതാണ് നാട്ടുനടപ്പ്. ഗുണവതിയായ ലീല അത് ചെയ്തില്ല. എന്തുകൊണ്ട്? ഉത്തരം വ്യക്തം. വിവാഹം ചെയ്ത സുഭകനായ പുരുഷനുമായി വീഴ്ചയുണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും അവൾ അയാളെ ഭർത്താവായി കണ്ടിട്ടില്ല. മാരാരോ കരിമ്പുഴയോ സൂചിപ്പിക്കാത്ത ചില കാര്യങ്ങൾ കൂടി നോക്കാം. ക്ഷിതിയിലൊരു പുമാൻ്റെ എന്നിയെ സതികൾ പരൻ്റെ ഗുണങ്ങൾ കാണുമോ? മറ്റൊരു ശ്ലോകത്തിലുള്ള ശ്ലോകത്തിലെ ഭാഗമാണ്. ക്ഷിതിയിലൊരു പുമാൻ്റെ എന്നിയെ സതികൾ പരൻ്റെ ഗുണങ്ങൾ കാണുമോ എന്ന് ആശാൻ ചോദിക്കുന്നുണ്ട്. തന്നെ വിവാഹം ചെയ്ത പുരുഷനെ ലീല പരൻ ആയിട്ടാണ് കണ്ടത് എന്നല്ലേ ഇതിനർത്ഥം. അതുകൊണ്ടാണ് സതി അനുഷ്ഠിക്കാതിരുന്നത്. ഭർത്താവിൻ്റെ മരണം അവളെ സ്പർശിച്ചതേ ഇല്ല എന്നല്ല, മദനോന്മുഖമായ മനസ്സ് കളചടിതി പറിച്ചു ഖിന്നമം മുളയതുപോലെ മുതിർന്നു പൊങ്ങുവാൻ തുടങ്ങി. ആശാൻ്റെ വരിയാണ്. കളചടിതി പറിച്ച് ഖിന്നമം മുളയതുപോലെ മുതിർന്നു പൊങ്ങുവാൻ തുടങ്ങി. ഇവിടെ ആശാൻ ഉപയോഗിച്ച ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കണം. കള പറിച്ചു, മുള പൊങ്ങി. പറിച്ചു എന്നത് ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പൊങ്ങി എന്നത് സ്വാഭാവികവും. പ്രയോജകക്രിയയും കേവലക്രിയയും ബോധപൂർവം തന്നെയാണ് ആശാൻ പ്രയോഗിച്ചത്. മാരാരോ കരിമ്പുഴയോ സൂചിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പിന്നീട് വെളിച്ചം കണ്ടു. കരിമ്പുഴയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച് 9 കൊല്ലം കഴിഞ്ഞാണ് ഡോക്ടർ എം ബഷീർ ആശാൻ്റെ കയ്യെഴുത്ത് രേഖകൾ പഠിക്കുന്നത്. ലീല എഴുതിയ പുസ്തകത്തിൽ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു ശ്ലോകം ആശാൻ എഴുതിയിട്ടുണ്ട്. വരനു വശക പോലെ ഇത്രനാൾ വഴിപെടുമാറവൻ ഒത്തുവാണുതേ. വരന് വശക പോലെ ഇത്രനാൾ വഴിപെടുമാറ് അവനൊത്തു വാണുതേ. കഴിയുമത് അനിവാര്യ ഹേതുവാൽ പഴകിയ ബാധ പൊറുക്കുമിന്ദ്രിയം. ഇതിനൊരു പടഭേദം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഴലൊടും അതിമുഖി ഇത്രനാൾ വഴിപെടുമാറവനൊത്തു വാണുതേ. കഴിയും അത് അനിവാര്യ ഹേതുവാൽ പഴകിയ ബാധ പൊറുക്കുമിന്ദ്രിയം എന്ന്. ഭർത്താവുമായുള്ള ശാരീരിക ബന്ധം ബാധയായി, പഴകിയ ബാധയായി, ഇന്ദ്രിയം പൊറുക്കുന്ന ബാധയായിട്ടാണ് അവൾ കണ്ടത്. ഈ ശ്ലോകം ആശാൻ കയ്യെഴുത്ത് പ്രതിയിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വെട്ടി? ഭർത്താവ് ബാധയായി തോന്നി, എന്നിട്ടും അയാൾക്ക് വഴിപ്പെട്ടു എന്ന കാര്യം പച്ചയായി വിളിച്ചു പറയാതെ തന്നെ മുൻ ശ്ലോകങ്ങളിൽ നിന്ന് വായനക്കാരൻ മനസ്സിലാവും എന്നതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. അതിനെനിക്ക് തെളിവുണ്ട്. ചിത്രയോഗം നിരൂപണം ചെയ്തപ്പോൾ ആശാൻ എഴുതി, വ്യംഗ്യഹീനമായ നിർജീവ കവിതാസന്തതികളെ കൊണ്ട് സാഹിത്യലോകത്തെ നിറപ്പാനും ബുദ്ധിമാന്മാർ ശ്രമിക്കരുത്. ധ്വനിപ്പിച്ചത് പിന്നെ വാച്യമായി പറയരുത് എന്ന് തന്നെ. ഘടന എന്ന പദം എന്തർത്ഥത്തിലാണ് പ്രയോഗിച്ചത് എന്ന സംശയം ഇവിടെ തീരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം
ഉള്ള ലീലയുടെ അവസ്ഥ കിരാതമുക്തയായ മൃഗയുവതിയുടെ അവസ്ഥ പോലെ എന്നാണ് കവിവാക്യം. കാട്ടാളൻ്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട പേടമാനിൻ്റെ അവസ്ഥ. അങ്ങനെ രക്ഷപ്പെട്ട പെൺമാൻ ചെന്നായിക്കൂട്ടത്തിന് മുന്നിൽ എത്തി. മരണം സുനിശ്ചിതം. ലീലയ്ക്ക് മരണമല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഭർത്താവിൻ്റെ മരണശേഷമാണ് ലീല അച്ഛനമ്മമാർ മരിച്ചത് അറിയുന്നത് തന്നെ. അതറിയാതെയാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. ആ വരവ് ഇങ്ങനെ: പരിജനമൊടു തണ്ടിലേറി വൻ പെരുവഴി തള്ളി അഖേദമുത്സുക എന്നാണ്. മടക്കയാത്ര അഖേദം ആണ് എന്ന് ആശാൻ പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ച് സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് അഖേദം ആണ്. ഒരു ദുഃഖവുമില്ല. വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛനമ്മമാർ മരിച്ച വിവരവും മദനൻ നാടുവിട്ട വിവരവും അറിയുന്നത്. രണ്ടാമത്തേതാണ് അവളെ കരയിച്ചത്. രണ്ടാമത്തേത് മൂലമുണ്ടായ ദുഃഖത്തിന് മറയായി എന്നാണ് ആശാൻ സ്പഷ്ടമായി പറയുന്നത്. അവിരളമഥ പെയ്തു കണ്ണുനീർ അവൾ കുലനായിക പൊക്കി നാളുകൾ അവിഹിതത മറച്ചു നിന്നുഹ യവനിക പോൽ പിതൃശോക സംഗതി എന്നാണ്. അച്ഛൻ മരിച്ച ദുഃഖം കൊണ്ടാണ് ഇവൾ കരഞ്ഞത് എന്ന് ആളുകൾ വിചാരിച്ചു. പക്ഷെ അവരിഞ്ഞത് മദനൻ വേർപെട്ടു പോയ ദുഃഖം മൂലമാണ് എന്നർത്ഥം. മാരാരുടെയും വള്ളത്തോളിൻ്റെയും കണ്ടെത്തലുകളെ പ്രതിരോധിക്കാൻ കരിമ്പുഴയുടെ യുക്തികൾക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഈ പ്രകരണം ഇവിടെ അവസാനിപ്പിക്കാം. കരുണയെ സംബന്ധിച്ചാണ് അതീവ ബാലിശമായ മറ്റൊരു തർക്കമുണ്ടായത്. കരുണ രാമവരത്തുവാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ അനുകരിച്ചു അത്രേ. ഈ അഭിപ്രായം പറഞ്ഞത് സാഹിത്യപഞ്ചാലൻ പി.കെ. നാരായണപിള്ളയാണ് എന്ന് വിശ്വസിക്കുക പോലും വിഷമം. എത്ര ബാലിശമാണ് അദ്ദേഹത്തിൻ്റെ വാദം. രാമവരത്തുവാര്യർ കാവ്യത്തിൽ പല ഭാഗത്തും സൂക്ഷ്മവർണ്ണനകൾ നടത്തി. കുമാരനാശാനും സൂക്ഷ്മവർണ്ണനകൾ നടത്തിയിട്ടുണ്ട്. കുചേലനെ കണ്ടപ്പോൾ ധീരനായ ചെന്താമരക്കണ്ണൻ കരഞ്ഞുപോയി. വാസവദത്തയുടെ മോക്ഷപ്രാപ്തിക്ക് സാക്ഷിയായ ഉപഗുപ്തൻ്റെ കണ്ണിൽ നിന്നും ആമലകീ ഫലം പോലെ കണ്ണുനീർ വീണു. കഴിഞ്ഞു സാദൃശ്യം. അതുകൊണ്ട് കുചേലവൃത്തത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആശാൻ കരുണ എഴുതിയത്. ഈ ബാലിശമായ നിരൂപണത്തിന് സി വി കുഞ്ഞിരാമനും മൂർഖോത്ത് കുമാരനും ഐ സി ചാക്കോയും എ ഡി ഹരിശ്ചന്ദ്രയും മറുപടി പറഞ്ഞു എന്നതാണ് വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ കരുണ വായിക്കുന്ന ഒരാൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ആശാൻ പൊതുവെ സ്ത്രീ കഥാപാത്രങ്ങളെ വർണ്ണിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത കവിയാണ്. ഉഷസന്ധ്യ പോലെ എന്നാണ് നളിനിയെ വിശേഷിപ്പിച്ചത്. ലീലയുടെ സൗന്ദര്യവർണ്ണനയിലും അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഉത്തരമധുരാപുരിയിലെ വാരനാരിയുടെ കണ്ണൻ ജയിക്കുന്ന ചിത്രമാണ് വരച്ചു വെച്ചത്. കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ മഞ്ജുളാംഗിയുടെ രംഗപ്രവേശം വർണ്ണാഭമാണ്. അവളുടെ ശാരീരിക സൗന്ദര്യത്തിൻ്റെ പ്രസക്തി അവഗണിക്കേണ്ടതാണ് കാവ്യത്തിൻ്റെ ഇതിവൃത്തമെന്നിരിക്കവേ എന്തിനാശാൻ അതിന് തുനിഞ്ഞു? സ്ത്രീയെ വർണ്ണിക്കാൻ ഒരവസരം കിട്ടിയാൽ വിടാത്ത വള്ളത്തോൾ സമാനമായ ഇതിവൃത്തം ഉള്ള മഗ്ദലന മറിയത്തിൽ നായികയെ വർണ്ണിച്ചില്ല എന്നോർക്കുക. താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ എൻ കൂട്ടത്തിൽ നിന്നിപ്പോൾ ആരാനും ഭംഗമാർന്ന ഊഴിയിൽ വീണുപോയോ എന്ന ചോദ്യം മാത്രമേ മഗ്ദലന മറിയത്തിലുള്ളൂ. കാവ്യാവസാനം കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ചുടുകാട്ടിൽ നാൽപ്പാമരം അരിഞ്ഞുകൂട്ടിയ പോലെയോ കുങ്കുമം വിൽപ്പാൻ കൂട്ടിയ പോലെയോ കിടക്കുന്ന ആസന്നമരണയായി കിടക്കുന്ന വാസവദത്തയുടെ മറ്റൊരു ചിത്രവും കാവ്യത്തിലുണ്ട്. ഈ രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് ആശാൻ എഴുതിയത്: ഹാ സുഖങ്ങൾ വെറും ജാലങ്ങൾ, ആരറിവു നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. ഇത് ഔചിത്യത്തിൻ്റെ പരമകാഷ്ഠയാണ്. നിരൂപകലോകം ആശാൻ്റെ ഏറ്റവും മികച്ച രചനയായി കൽപ്പിച്ചിട്ടുള്ള കൃതി ചിന്താവിഷ്ടയായ സീതയാണ്. ഓരോ വാക്കും എത്ര ശ്രദ്ധാപൂർവമാണ് ആശാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് അത്ഭുതപ്പെടാനേ പറ്റൂ. ആദ്യ ശ്ലോകം തന്നെ നോക്കുക: സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്ന അന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ എന്നാണ്. ചിന്താഭരിതയായ സീത, ചിന്താക്രാന്തയായ സീത എന്നൊന്നുമല്ല ഗ്രന്ഥനാമം. ചിന്താവിഷ്ടയായ സീത എന്നാണ്. അതിചിന്ത അവളുടെ ബോധത്തെ കെടുത്തിയിരിക്കുന്നു. ഭൂതാവിഷ്ടർ എന്നൊക്കെ പറയുന്ന പോലെ സ്വബോധം ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നാണല്ലോ നാം ധരിക്കുക. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട ആ സ്ഥിതിയിലാണ് ഉപബോധ മനസ്സിലെ ചിന്തകൾ അനിയന്ത്രിതമായി പുറത്തു വരുന്നത്. അമർത്തി വെച്ചിരുന്ന ചിന്തകൾ സ്വച്ഛന്തമായി പുറത്തേക്ക് ഒഴുകുന്നു. ഇനി ആ മുഹൂർത്തമോ മക്കൾ മഹർഷിയോടൊപ്പം
അയോധ്യയിലേക്ക് പോയിരിക്കുകയാണ്. അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത, കലാപമില്ലാത്ത പ്രദേശം എന്നാണ് അർത്ഥം. തൻ്റെ മക്കൾ ആ അയോധ്യയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരിക്കൽ ആശ്രമ പരിസരത്തിലെത്തിയ യാഗാശ്വസ്തതയെ പിടിച്ചു കെട്ടിയവരാണവർ, രാജാധികാരത്തെ വെല്ലുവിളിച്ചവർ. രാമൻ അന്ന് പുറത്തത് ആശ്രമ പരിസരത്ത് ഒരു യുദ്ധം വേണ്ട എന്ന് കരുതിയാവാം. ഇപ്പോഴോ സേനാ സന്നാഹങ്ങളോടും കൂടിയ ഇടത്തിലേക്കാണ് കുട്ടികൾ എത്തുന്നത്. എന്താവും രാമൻ്റെ പ്രതികരണം? മക്കളെ വാത്സല്യപൂർവ്വം സ്വീകരിക്കുമോ? സ്വീകരിക്കാൻ തയ്യാറായാൽ അമ്മയെ നിഷ്കരണം ഉപേക്ഷിച്ച അച്ഛനെ അവർ അനുസരിക്കുമോ? മറിച്ച് യാഗാശ്വത്തെ ബന്ധിച്ച് ശത്രുക്കളെ നേരിടും പോലെ രാമൻ നേരിട്ടാലോ? രാമൻ്റെ രക്തം തന്നെയാണ് അവരുടെയും. ഫലം യുദ്ധമാണ്. യുദ്ധത്തിനവസാനം ഒന്നുകിൽ തനിക്ക് മക്കൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ താൻ വിധവയാവും. അച്ഛൻ മക്കളെ വധിക്കും, അല്ലെങ്കിൽ മക്കൾ അച്ഛനെ വധിക്കും. അയോധ്യ യുദ്ധഭൂമിയാവും. ഈ ഉഗ്രചിന്തകൾ സീതയെ ഗ്രസിക്കുന്നത് അന്തിയിലാണ്. ഒന്നും വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അന്തി വെളിച്ചത്തിന്. ഉടകത്തിലല്ല സീത, ആശ്രമത്തിലല്ല അവൾ ഇരിക്കുന്നത്. ആശ്രമത്തിലാണെങ്കിൽ ഇത്തരം ചിന്തകൾ മനസ്സിനെ അലട്ടില്ല. ഉടകത്തിന് പുറത്താണ് ഇരിക്കുന്നത്, ഉടകാന്തവാടിയിൽ. ഓരോ വാക്കും എത്ര ശ്രദ്ധാപൂർവമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഭർത്താവിനെ നിഴല് പോലെ പിന്തുടർന്ന സീത ഇത്തരത്തിൽ ഒരു രാമ ഉപാലംബം നടത്തുമോ എന്ന് ആശങ്കിച്ചവരുണ്ട്. തരുണീ പാതജ ഗർഭിണിയായ ശ്രുതിയുടെ അപ്രമാദിത്വത്തെ അഭിമാനിയായ സീതയെ കൊണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ആശാൻ. അതികഠിനമായ ദുഃഖം ജനിപ്പിച്ച വിവേകമാണ് സീതയെ അതിന് പ്രേരിപ്പിച്ചത്. വേദപോൽ അറിവൂതിടുന്ന സൽഗുരുവും മർത്തിനു വേറെയില്ല താൻ. മനമോടാത്ത കുമാർഗമില്ല എന്ന് സീത മനസ്സിലാക്കി കഴിഞ്ഞു. താൻ മണ്ണിൻ്റെ മകളായി പിറന്നവളാണെങ്കിലും ഭർത്താവിന് തട്ടിക്കളിക്കാനുള്ള മൺപാവയല്ല എന്ന് വാൽമീകിയുടെ സീത ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഇവിടെ. ആശാൻ്റെ സീതാകാവ്യത്തെപ്പറ്റി ഒട്ടേറെ നല്ല പഠനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഴീക്കോടിൻ്റെ ആശാൻ്റെ സീതാകാവ്യം, PV ഗോവിന്ദൻ നായരുടെ സീതാകാവ്യ ചർച്ച, ഈ അടുത്ത കാലത്ത് 1 മാസം മുമ്പ് തോമസ് മാത്യുവിൻ്റെ ആശാൻ്റെ സീതായനം എന്നിവ ഉദാഹരണം ആണ്. ഈ ആശാൻ്റെ മറ്റ് കൃതികളെപ്പറ്റിയും ആശാൻ്റെ ഭാഷയെപ്പറ്റി, സ്നേഹസങ്കല്പത്തെപ്പറ്റി, സ്വാതന്ത്ര്യ സങ്കല്പത്തെപ്പറ്റി ഒക്കെയാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.